വിഷയം നാം എല്ലാവരും ഓർക്കുന്നുണ്ട് എന്ന് കരുതുകയാണ്. ആത്മീക വളർച്ചയും ആത്മീയ പക്വതയും, സ്പിരിച്വൽ ഗ്രോത്ത് ആൻഡ് സ്പിരിച്വൽ മെച്യൂരിറ്റി എന്നുള്ളതായ വിഷയത്തെ സംബന്ധിച്ചാണ് കഴിഞ്ഞ 4 ക്ലാസ്സുകൾ നാം കൈകാര്യം ചെയ്തത്. നമുക്ക് ഒരുമിച്ച് പല കാര്യങ്ങൾ ചിന്തിക്കുന്നതിനും ആത്മീകമായിട്ടുള്ള അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിനും ഇടയായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പ്രിയ സുനിൽ സഹോദരൻ നമ്മുടെ അസംബ്ലിയുടെ യൂട്യൂബ് ചാനലിൽ അത് പോസ്റ്റ് ചെയ്യുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇനിയുള്ളതായ ഈ സമയം നാം ഈ ക്ലാസ്സിൻ്റെ പരമ്പരയുടെ ഒടുവിലത്തെ ക്ലാസ്സായിട്ട് എടുക്കാമെന്ന് കരുതി ഞാൻ പ്രാർത്ഥിച്ച് തയ്യാറായി വന്നിരിക്കുകയാണ്. നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടുകൂടി ഇരിക്കാം. ദൈവം നമ്മോട് ഇടപെടട്ടെ. നമുക്ക് നാം പഠിക്കുന്നതായ കാര്യങ്ങൾ നമ്മുടെ പ്രായോഗികമായ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു അളവിൽ കൊണ്ടുവരുവാൻ ഇടയായാൽ അത് ഏറ്റവും നന്നായിരിക്കും എന്നുള്ളത് പ്രാരംഭമായി ഓർക്കുകയാണ്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൽ നിന്നാണ് നാം ആത്മീക പക്വത എന്ന വിഷയത്തിന് ആസ്പദമായിട്ട് ഒരു വാക്യം വായിച്ചത്. മത്തായി സുവിശേഷം 5-ാം അധ്യായത്തിൻ്റെ 48-ാമത്തെ വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു. ആകയാൽ നിങ്ങളുടെ സ്വർഗീയ പിതാവ് സൽഗുണപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും സൽഗുണപൂർണരാകുവിൻ. Therefore you are to be perfect as your heavenly Father is perfect. അതാണ് നാം വായിച്ച ഒരു വാക്യം. ഇത് കർത്താവ് നമ്മോട് പറഞ്ഞതായ ഒരു വലിയ നിയോഗമാണ്. എന്നാൽ എബ്രായ ലേഖനം 6-ാം അധ്യായം അതിൻ്റെ 1-2 വാക്യങ്ങൾ നാം വായിക്കും. 2-ാമത്തെ വാക്യത്തിൽ നാം വായിക്കുന്നത്, നാം 1 മുതൽ വായിക്കാം. അതുകൊണ്ട് നിർജീവ പ്രവൃത്തികളെക്കുറിച്ചുള്ള മാനസാന്തരം, ദൈവത്തിങ്കിലെ വിശ്വാസം, സ്നാനങ്ങളെക്കുറിച്ചുള്ള ഉപദേശം, കൈവെപ്പ്, മരിച്ചവരുടെ പുനരുദ്ധാനം, നിത്യശിക്ഷാവിധി എന്നിങ്ങനെയുള്ള അടിസ്ഥാനം പിന്നെയും ഇടാതെ നാം ക്രിസ്തുവിനെക്കുറിച്ചുള്ള ആദ്യ വചനം വിട്ട് പരിജ്ഞാനപൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. Verse 1 ആണ് in English. Therefore, leaving the elementary teaching about the Christ, let us press on to maturity എന്നാണ് നാം അവിടെ വായിക്കുന്നത്. അപ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ആത്മീകമായി വളരുന്ന ഓരോരുത്തരും പക്വതയുടെ അവസ്ഥയിലേക്ക് എത്തിച്ചേരണം എന്നുള്ളത് കർത്താവിൻ്റെ കൽപ്പനയാണ്, നിയോഗമാണ്. ഇവിടെ പൗലോസ് അല്ലെങ്കിൽ ഈ എബ്രായ ലേഖനകാരൻ പറയുന്നത്, നാം പരിജ്ഞാന പൂർത്തി പ്രാപിക്കുവാൻ ശ്രമിക്കുക. ലെറ്റസ് പ്രസ് ഓൺ ടു മെച്യൂരിറ്റി. അതിന് പരിശ്രമം ആവശ്യമാണ്, അതിന് അധ്വാനം ആവശ്യമാണ്. നാം ഈ വിഷയത്തോടനുബന്ധിച്ച് ചിന്തിച്ചപ്പോൾ പ്രധാനമായി ചിന്തിക്കുവാനിടയായ ആ ഹെഡിങ്സ് മാത്രം ഒന്ന് പറയാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഒന്നാമത് നാം ഓർത്തത് എന്താണ് ക്രിസ്തീയ പക്വത എന്നുള്ളതാണ്. അതാണ് നാം ഇപ്പോൾ വായിച്ചതായിരിക്കുന്ന ഭാഗത്തിൽ ഓർത്തത്. കർത്താവിൻ്റെ ഗുണവിശേഷങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രകടമാക്കുക, ആ നിലയിൽ നാം സൽഗുണപൂർണരായി തീരുക എന്നുള്ളതാണ് നമ്മുടെ ആത്മീയമായ പക്വതയുടെ അങ്ങേയറ്റത്തെ അളവ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. നാം സ്നേഹത്തിൽ തികഞ്ഞവരും പക്വതയുള്ളവരുമായി ജീവിക്കണം എന്നുള്ളതാണ് കർത്താവ് മുകൾ പറഞ്ഞതായിരിക്കുന്ന വാക്യങ്ങളിൽ തൻ്റെ ശിഷ്യന്മാരെ പ്രബോധിപ്പിച്ചത്. അതുതന്നെയാണ് നമ്മോട് പറയുവാനായിട്ടുള്ളത്. അപ്പോൾ നാം ഓർത്തത് ആത്മീയമായ പക്വത എന്ന് പറയുന്നത് ഒരാൾ ആത്മീയമായി എത്രത്തോളം അറിവുള്ളവരായി തീർന്നു എന്നുള്ളതല്ല. പാടുവാനോ പ്രാർത്ഥിക്കുവാനോ പ്രസംഗിക്കുവാനോ മീറ്റിംഗ് ലീഡ് ചെയ്യുവാനോ സൺഡേ സ്കൂളിൽ പഠിപ്പിക്കുവാനോ മറ്റേതെങ്കിലും നിലയിലുള്ളതായ ആത്മീക ശുശ്രൂഷകൾ ചെയ്യുവാനുള്ളതായ കഴിവ് ഉള്ളൊരവസ്ഥയിലേക്ക് ഒരാൾ എത്തിച്ചേരുന്നു എന്നുള്ളതല്ല ആത്മീക പക്വത എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. അത് ഏതൊരാൾക്കും ചെയ്യുവാനായിട്ട് കഴിയും. അതിന് ആത്മീയമായ പക്വത വേണമെന്നുള്ളത് നിർബന്ധമില്ല. എന്നാൽ ആത്മീയമായ പക്വത വന്ന ഒരാൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യും എന്നുള്ളത് യാഥാർത്ഥ്യമാണ് എന്നുള്ളതും നാം ഓർത്തിരിക്കേണ്ടതാണ്. എന്നാൽ എന്താണ് യഥാർത്ഥത്തിൽ ആത്മീയമായ പക്വത എന്നുള്ളത് നാം ഗലാത്യ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 22 മുതലുള്ള വാക്യങ്ങൾ വായിച്ചപ്പോൾ നമുക്ക് ഓർക്കുവാനായിട്ട് കഴിഞ്ഞു. 9 ഗുണങ്ങൾ, രസങ്ങൾ നിറഞ്ഞതായ ആത്മീകമായ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്നതാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ പക്വത എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. നമ്മുടെ ജീവിതത്തിൽ സ്നേഹം, സന്തോഷം, സമാധാനം, ദീർഘക്ഷമ,
ദയ, പരോപകാരം, വിശ്വസ്തത, സൗമ്യത, ഇന്ദ്രിയജയം, ഈ വിഷയങ്ങൾ നമുക്ക് എത്രമാത്രം പുറപ്പെടുവിക്കുവാനായിട്ട് കഴിയുന്നു, അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ എത്രമാത്രം നമ്മുടെ ആത്മീയമായ ജീവിതത്തിൽ നമുക്ക് പുറപ്പെടുവിക്കുവാൻ കഴിയുന്നു എന്നുള്ളതാണ് നാം ആത്മീയമായി പക്വതയിൽ എത്തിയവരാണോ എന്നുള്ളത് തിരിച്ചറിയുവാനായിട്ട് നമുക്ക് ഒരു കാര്യമായി മനസ്സിലാക്കാൻ കഴിയുന്നത് എന്ന് നാം ഓർക്കുകയുണ്ടായി. പിന്നീട് നാം ആത്മീയമായ പക്വതയ്ക്ക് നമുക്ക് ലഭ്യമായി തീർന്നിരിക്കുന്ന 3 ഘടകങ്ങളെക്കുറിച്ച് ഓർത്ത്. ഒന്ന്, നമുക്ക് സ്വയമായ ആത്മീയമായ പക്വതയിലേക്ക് എത്തുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് കർത്താവ് വാഗ്ദത്തം ചെയ്തതുപോലെ തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ അവരുടെ ഹൃദയങ്ങളിൽ നൽകിയിരിക്കുകയാണ്. ആ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തോടു കൂടെ മാത്രമേ നമുക്ക് ആത്മീയമായ പക്വതയിലേക്ക് എത്തുവാൻ കഴിയൂ എന്നുള്ള കാര്യം നാം ഓർക്കുകയുണ്ടായി. രണ്ടാമത്തെ ഘടകം, നമുക്ക് ആത്മീയമായി പക്വതയിലെത്താൻ ദൈവവചനമാണ്. ആ ദൈവവചനം നാം ദിനംതോറും നമ്മൾ ഭക്ഷിക്കുകയും നാം അത് നമ്മുടെ ജീവിതത്തിൽ അനുഭവവേദ്യമാക്കുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ആത്മീയമായ പക്വതയിലേക്ക് വരുവാനായിട്ട് കഴിയുകയുള്ളൂ. എത്ര വർഷങ്ങൾ മുമ്പ് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും, ഇന്നലെ രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും, ഇന്ന് രക്ഷിക്കപ്പെട്ട ആളാണെങ്കിലും അവന് ആത്മീയമായി ഒരു ചുവടെങ്കിലും വളരുവാനോ പക്വതയിലേക്ക് എത്തുവാനോ കഴിയണമെങ്കിൽ നിരന്തരമായ തുടർച്ചയായ ദൈവവചന പാരായണവും ധ്യാനവും പഠനവും അവൻ്റെ ജീവിതത്തിൽ ആവശ്യമാണ്. ആ ദൈവവചനം പഠിക്കുന്നതും ധ്യാനിക്കുന്നതും തൻ്റെ ജീവിതത്തിൽ പ്രായോഗികമാക്കിക്കൊണ്ട് അവൻ വാസ്തവത്തിൽ ഒരു ആത്മീയമായ പക്വതയിലേക്ക് മുന്നോട്ട് പോകുന്നു എന്നുള്ളതായ ചിന്തയാണ് നാം ഓർക്കുകയുണ്ടായി. അതിനുള്ള വാക്യങ്ങളൊക്കെ നാം വായിക്കുകയുണ്ടായി. മൂന്നാമതായി, നമുക്ക് ആത്മീയമായ പക്വതയിലേക്ക് നമ്മെ നയിക്കുവാൻ സഹായകമായി ദൈവം വെച്ചിരിക്കുന്നതായ മുഖാന്തരം എന്ന് പറയുന്നത് ദൈവസഭയാണ്. ആ ദൈവസഭ എന്നുള്ളത് ദൈവത്തിൻ്റെ സഭ, അതിനെക്കുറിച്ച് ദൈവത്തിൻ്റെ സഭ ശരീരമാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. അതുപോലെ കെട്ടിടമാണ് എന്ന് നാം വായിക്കുന്നുണ്ട്. ആ ശരീരത്തിൻ്റെ സജീവമായ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം നിയോഗിച്ചിരിക്കുന്നതായ സഭയുടെ ശരിയായ എഡിഫിക്കേഷന് വേണ്ടി, ഗ്രോത്തിന് വേണ്ടി, മെച്യൂരിറ്റിക്ക് വേണ്ടി ദൈവം വെച്ചിരിക്കുന്നതായ വ്യവസ്ഥകളാണ് അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും അതിനുശേഷം ഉള്ളതായ സുവിശേഷകന്മാർ, മൂപ്പന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ശുശ്രൂഷകന്മാർ എന്നിങ്ങനെയുള്ളതായ ആളുകൾ എന്നുള്ളത് നാം ഓർക്കുകയുണ്ടായി. അപ്പോൾ ഈ വിധത്തിലുള്ളതായ ശുശ്രൂഷകളിൽ ഏർപ്പെടുന്നതായ ആളുകളോട് സഹകരിച്ചുകൊണ്ട് ഓരോ വിശ്വാസികളും ആത്മീയമായ നിലയിൽ പോഷണം പ്രാപിച്ച് ബലം പ്രാപിച്ച് ആത്മീയമായ പക്വതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരുന്നു എന്നുള്ളതായ കാര്യമാണ് നാം വായിച്ചത്. എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൽ നിന്നും 5-ാം അധ്യായത്തിൽ നിന്നും നാം ആ ഭാഗങ്ങൾ ചിന്തിക്കുകയുണ്ടായി. അതുകൊണ്ട് നമുക്ക് സഭയോട് വാസ്തവത്തിലൊരു പ്രതിബദ്ധത ഉണ്ടായിരിക്കണം. വിശ്വാസികളായ നാം കേവലം കർത്തൃമേശ എടുക്കുവാനായിട്ട് വേണ്ടി മാത്രം വരുന്നവരായിട്ടല്ല, സഭയുടെ എല്ലാ പ്രവർത്തനങ്ങളിലും നാം കഴിവതും പങ്കെടുക്കുകയും നമ്മുടെ എല്ലാ കോൺട്രിബ്യൂഷൻസും അതിൽ നൽകുകയും ചെയ്യണം എന്നുള്ളത് നാം ഓർക്കുകയുണ്ട്. അങ്ങനെ ചെയ്തില്ല എങ്കിൽ ഒരു വ്യക്തിക്ക് ആത്മീയമായിട്ട് പക്വതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കഴിയുകയില്ല എന്നുള്ളതായ കാര്യം നാം ഓർക്കുകയുണ്ടായി. ഇനി നമുക്ക് ആത്മീയ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ ആത്മീയമായ പക്വതയിൽ നാം എത്തിച്ചേരേണ്ടതിന് ഉള്ളതായ മേഖലകളെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. നാം അറിവിൽ വളരണം. അത് നമ്മുടെ കർത്താവായ യേശുക്രിസ്തു, ആ യേശുക്രിസ്തു ജ്ഞാനത്തിലും കൃപയിലും മുതിർന്നു വന്നു എന്ന് നാം വായിക്കുന്നുണ്ട്. ആ ജ്ഞാനത്തെക്കുറിച്ച് നാം ഓർക്കുകയുണ്ടായി. ആത്മീയമായ വിഷയങ്ങൾ സംബന്ധിച്ചിട്ടുള്ളതായ നമ്മുടെ അറിവ്, ആത്മീയമായ വിഷയങ്ങൾ എന്ന് പറയുമ്പോൾ ആരാധന എന്താണ്, പ്രാർത്ഥന എന്താണ്, ബൈബിൾ ക്ലാസ് എന്താണ്, സ്നാനം എന്താണ്, അല്ലെങ്കിൽ ആത്മീയമായ ശുശ്രൂഷകൾ എന്താണ് എന്നുള്ളത് ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാകണം. ഞാൻ അതിനോട് ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ പറയുകയുണ്ടായി. നമ്മൾ പാടുന്നതായ പാട്ടുകൾ പോലും ഉചിതമായ നിലയിൽ ഉപയോഗിക്കുവാനുള്ളതായ ഒരു പരിജ്ഞാനം നമുക്കുണ്ടായിരിക്കണം. നാം ചെയ്യുന്നതായ സ്തോത്രം, നമ്മുടെ ആരാധനകളിൽ ഒരിക്കലും അപേക്ഷ ഉണ്ടാകുവാനായിട്ട് പാടില്ല. അപേക്ഷയ്ക്കുള്ള സമയം നമുക്ക് മറ്റ് സന്ദർഭങ്ങളിലുണ്ട്. എന്നാൽ നാം ആരാധനയ്ക്കായി കടന്നു വരുമ്പോൾ ദൈവത്തിന് അർപ്പിക്കേണ്ടത് അർപ്പിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. മാത്രമല്ല, നാം കർത്താവിൻ്റെ മേശയോടുള്ള ബന്ധത്തിൽ അടുത്തു വരുമ്പോൾ അന്യാഗ്നി കത്തിക്കുവാനായിട്ട് പാടില്ല. നാം കർത്താവിൻ്റെ മരണത്തെയും അവൻ്റെ ആ നിസ്തുല്യമായ ഉയർത്തെഴുന്നേൽപ്പിനെയും ആ വീണ്ടും വരവിനെയും മാത്രം കേന്ദ്രീകരിക്കുന്നതായിരിക്കുന്ന ധ്യാനചിന്തകളും പാട്ടുകളും സ്തോത്രങ്ങളുമായിരിക്കണം നമ്മുടെ ഇടയിൽ ഉണ്ടാകേണ്ടത് എന്നുള്ളത് നാം ആ വിഷയത്തോടുള്ള ബന്ധത്തിൽ പ്രായോഗികമായി ചിന്തിക്കുകയുണ്ടായി. അത് നമ്മുടെ അറിവിൻ്റെ ഒരു ഭാഗമായിട്ട് ഞാൻ പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. പിന്നെ നാം ഓർത്തത് ദൈവത്തിൻ്റെ കൃപയിൽ വളരുക എന്നുള്ളതാണ്. കൃപയില്ലാതെ നമുക്ക് വളരാനായിട്ട് കഴിയുകയില്ല. ധാരാളം അറിവുള്ളത് കൊണ്ട് കാര്യമില്ല. നമുക്ക് കൃപയില്ല എങ്കിൽ ആ
കൃപ അറിവ് ആളുകളെ അഹങ്കാരികളാക്കി തീർക്കുക, ആ അറിവ് അഹങ്കാരികളാക്കി തീർക്കുവാനായിട്ടിടയായിത്തീരും. എന്നാൽ നമുക്കുള്ളതായ അറിവും നമുക്കുള്ളതായ പരിജ്ഞാനവും അത് ദൈവകൃപയോടുകൂടെ വ്യാപരിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് അനുഗ്രഹമായി നമ്മുടെ ശുശ്രൂഷകൾ ഫലവത്തായി തീരുവാനായിട്ടിടയാകും എന്ന് നാം ഓർക്കുകയുണ്ടായി. അപ്പോൾ പത്രോസിൻ്റെ ലേഖനത്തിൽ നാം ഓർത്തത് കൃപയിൽ വളരുക, കർത്താവിൻ്റെ പരിജ്ഞാനത്തിൽ വളരുക. പിന്നീട് നാം ഓർത്തത് ജ്ഞാനത്തിൽ വളരുക. അത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു കാണിച്ചു തന്നതായ മാതൃകയാണ്. നാം പിന്നെ കൊരിന്ത്യർ ലേഖനത്തിലേക്ക് കടന്നു വന്ന് ഒടുവിലായിട്ട് ചിന്തിച്ചത് അതാണ്. പക്വതയില്ലായ്മയുടെ തെളിവുകളാണ് നാം ഓർത്തത്. കൊരിന്ത്യർ ലേഖനം 3 അധ്യായത്തിൻ്റെ 1 മുതൽ 9 വരെ നാം വായിക്കുമ്പോൾ പൗലോസ് അവിടെ പറയുന്നത്, ഞാൻ നിങ്ങളോട് ജഡീകന്മാരെന്ന പോലെ, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ എനിക്ക് നിങ്ങളോട് സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളിപ്പോഴും പാലാണ് കുടിക്കുന്നത്, നിങ്ങൾക്ക് കട്ടിയായിട്ടുള്ള ആഹാരം കഴിക്കുവാനായിട്ട് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അവർക്ക് എഴുതുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയും. അവരുടെ അപക്വതയുടെ ലക്ഷണങ്ങളാണ് പൗലോസ് കൊരിന്ത്യർ ലേഖനത്തിൽ 1 കൊരിന്ത്യരിൽ അവർ എടുത്തു കാണിക്കുന്നത്. അവരെക്കുറിച്ച് പറയുമ്പോൾ അവരെ കുട്ടികളെ പോലെ പെരുമാറിയവരാണ്. ചൈൽഡിഷ് നേച്ചറായിരുന്നു അവർക്കുണ്ടായിരുന്നത്. പിന്നീട് നാം അറിയുന്നത് അവർക്ക് വചനത്തിലെ ആഴമായ സത്യങ്ങൾ അറിഞ്ഞുകൂടായിരുന്നു. They had lack of knowledge in the spiritual truths എന്ന് നാം ഓർക്കുകയുണ്ടായി. മൂന്നാമതായിട്ട് അവരെക്കുറിച്ച് ഓർക്കുന്നത് അവർക്ക് ഉള്ളതായിരിക്കുന്ന വരങ്ങളെക്കുറിച്ച്, ആത്മവരങ്ങളെക്കുറിച്ച് അവരെ വല്ലാതെ വീമ്പിളക്കാനായിട്ട് ഇടയായിത്തീർന്നു. They were boasting about their knowledge and gift. അതായിരുന്നു അവരുടെ ഒരു പക്വതയില്ലായ്മയുടെ തെളിവ്. മാത്രമല്ല, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും അവരുടെ ഇടയിൽ വഴക്കിനോ പിണക്കത്തിനോ ഒട്ടും കുറവുണ്ടായിരുന്നില്ല. അത് അവരുടെ ആത്മീയമായ അപക്വതയുടെ ഒരു തെളിവായിട്ട് നാം കാണുന്നു. അവരുടെ മധ്യത്തിൽ ഗ്രൂപ്പിസവും പാർട്ടി സ്പിരിറ്റും ഉണ്ടായിരുന്നു. അവർ പക്ഷം ചേരാത്തതായിരിക്കുന്ന ദൈവത്തിൻ്റെ ദാസന്മാരായ അപ്പൊല്ലോസിനെയും പൗലോസിനെയും പോലും പക്ഷം പിടിച്ചുകൊണ്ട് സംസാരിക്കുന്നതായ ഒരു നിലവാരത്തിലേക്ക് അവർ താണുപോകുവാനിടയായി തീർന്നു. അത് അവരുടെ ആത്മീയമായ അപക്വതയായിരുന്നു. നാം ഇങ്ങനെയൊക്കെ പെരുമാറുന്നവരാണെങ്കിൽ നാം ഒക്കെയും ആത്മീയമായ അപക്വതയുള്ളവരാണ് എന്ന് നാം തിരിച്ചറിയുവാനായിട്ട് ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് ഈ ഭാഗങ്ങൾ ഇങ്ങനെ പറയുവാനായിട്ടിടയാകുന്നത്. അവരുടെ മധ്യത്തിൽ അസൂയ ഉണ്ടായിരുന്നു. മാത്രമല്ല, അവർ ആത്മവരങ്ങൾ കുറവുള്ള ആളുകളെ നോക്കി അവർ പുച്ഛിച്ചിരുന്നു. അങ്ങനെയുള്ളതായ കാര്യങ്ങളൊക്കെ ആ സഭയിൽ വളരെയധികം നിലനിന്നിരുന്നു എന്ന് നമുക്ക് ഓർക്കുവാൻ കഴിയും. കൂടാതെ അവർ ഇംപേഷ്യൻ്റ് ആയിരുന്നു, അക്ഷമരായിരുന്നു. അവർക്ക് പല നിലകളിൽ അവർ ട്രബിൾഡായിരുന്നു, അവർ വളരെ അസ്വസ്ഥരായിരുന്നു. അങ്ങനെയുള്ളതായ കാര്യങ്ങൾ നിമിത്തം ആ സഭയുടെ പ്രവർത്തന ഗതികൾ വളരെ ആത്മീയമായ നിലയിൽ ശോഷിക്കുന്നു എന്നുള്ളത് ആ പൗലോസിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതെല്ലാറ്റിലുപരി വേറൊരു കാര്യം അവിടെ കാണുന്നത് ഏറ്റവും അധാർമികത നിലനിന്നതായിരിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ ഇടയിലൊക്കെയും ഈ നാളുകളിൽ വളരെയധികം ഖേദപൂർവ്വം ഓർക്കുവാൻ കഴിയുന്നതായ കാര്യം, ആത്മീയമായ പല കാര്യങ്ങളും നമ്മുടെ ഇടയിൽ നടക്കുന്നുണ്ടെങ്കിലും അധാർമികത വളരെ വർദ്ധിച്ചിരിക്കുകയാണ്. അധാർമികത ഉണ്ടാകുമ്പോൾ, ദൈവവചനത്തിന് നിരക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അതിന് നേരെ നാം കണ്ണടയ്ക്കുകയും നാം അതിന് മൗനാനുവാദം കൊടുക്കുകയും അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ ഒരു ട്രെൻഡ് വളർന്നു വരുവാനിടയാകുകയും പുതിയ തലമുറ അത് കാണുവാനിടയാകുമ്പോൾ അവരും നമ്മുടെ വിശ്വാസം വിട്ടുകൊടുന്നു പോകുവാൻ കാരണമായി തീരുന്നതായ സാഹചര്യങ്ങൾ ഇന്ന് നാം നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്കതൊരു മുൻകരുതലായി തീരട്ടെ. മാത്രമല്ല, ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ കൊരിന്ത്യർ അവർ നന്ദി കെട്ടവരായിരുന്നു. എന്തായിരുന്നു അവരുടെ പ്രശ്നം? അവർ ആ സഭ കഷ്ടപ്പെട്ട് പ്രവർത്തിച്ച് സ്ഥാപിച്ചതായ ആ ദേവദാസന്മാരെ മറന്നുപോയി. അവർക്കെതിരായിട്ട് സംസാരിക്കുകയാണ്. ഏകദേശം 1.5 വർഷക്കാലത്തോളം രാപ്പകൽ അധ്വാനിച്ച് ഉണ്ടാക്കി വാർത്തെടുത്തതായിരിക്കുന്ന കൊരിന്ത സഭയിലെ ആദ്യകാല പ്രവർത്തകരായ, അതിൻ്റെ സ്ഥാപകരായ പൗലോസിനെയും തുടർന്ന് നട്ട് നനച്ച് കൊണ്ടുവന്നതായ അപ്പൊല്ലോസിനെയും ഒക്കെയും അവർ നിരാകരിക്കുകയും അവരുടെ അപ്പോസ്തലത്വത്തെയും അവരുടെ ശുശ്രൂഷകളെയും ചോദ്യം ചെയ്യുന്നതായ ഒരു നിലവാരത്തിലേക്ക് അവരെത്തിച്ചേർന്നു. ഇത് നാം ഓർക്കുമ്പോൾ നമ്മുടെ ഈ ജീവിതത്തിൽ നാം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഏർപ്പെടുന്നവരാണെങ്കിൽ നാം അപക്വതയുടെ പാതയിലാണ്, അല്ലെങ്കിൽ ആ നിലവാരത്തിലാണ് എന്നുള്ളത് തിരിച്ചറിയുന്നതിന് വേണ്ടിയാണ് ഈ ഭാഗങ്ങൾ എടുത്ത് പറയുവാനായിട്ടിടയാകുന്നത്. എന്നാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആത്മീയമായ പക്വതയുടെ ശരിയായ ഒരു നിലപാട് കാത്തു സൂക്ഷിക്കണമെങ്കിൽ നാം ആ ദൈവത്തിൻ്റെ സ്നേഹത്താൽ നിറഞ്ഞ് കവിയുവാനായിട്ടിടയായിത്തീരണം. വിവിധ തരത്തിലുള്ളതായ ആളുകളെയാണ് നാം സന്ധിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവരെ സ്നേഹിക്കുവാനും സ്വാഗതം ചെയ്യുവാനും ഉൾക്കൊള്ളുവാനും കഴിയുന്ന ഒരു മാനസികമായ അവസ്ഥയാണ് യഥാർത്ഥത്തിൽ ആത്മീയമായ പക്വത എന്നുള്ളത്. നമ്മൾ സാധാരണയായിട്ട് 3 തരത്തിലുള്ള ആളുകളെയാണ് സമൂഹങ്ങളിൽ കാണുന്നത്. ഒന്ന്, പീപ്പിൾ ഹൂ ആർ ഡിഫറെൻറ്റ്, വ്യത്യസ്തരായ ആളുകൾ എന്ന് പറയുമ്പോൾ
ലിംഗവ്യത്യാസം, അതായത് ആണ് പെണ്ണ് അങ്ങനെയുള്ള വ്യത്യാസം, പിന്നെ പ്രായം കൊണ്ട് വ്യത്യാസം, പിന്നെ നിറം, വംശം, ഭാഷ, ഗോത്രം, സംസ്കാരം, പാരമ്പര്യങ്ങൾ, ആചാരങ്ങൾ, ഭക്ഷണശീലങ്ങൾ, സാമൂഹ്യമായ ജീവിതം, മതങ്ങൾ, ഇങ്ങനെ വ്യത്യസ്തമായ ആളുകളുമായിട്ടാണ് നമ്മൾ ഇടപെടുന്നത്. അപ്പോൾ പീപ്പിൾ ഹൂ ആർ ഡിഫറെൻറ്റ്, അവരോട് നാം ഇടപെടുന്നു. രണ്ടാമത് നാം ഇടപെടുന്നത് പീപ്പിൾ ഹൂ ആർ ഡിസഗ്രി, നമ്മളോട് വിയോജിപ്പുള്ള ആളുകളുമായിട്ട് നാം ഇടപെടേണ്ടതായിട്ട് വരും. നമ്മൾ ജോലി ചെയ്യുന്ന മേഖലകളിലും നാം ആയിരിക്കുന്ന സഭയിലും എല്ലാ കാര്യങ്ങളും നമ്മളോട് എല്ലാവരും യോജിച്ചു എന്ന് വരികയില്ല. അപ്പോൾ ഡിസഗ്രി ചെയ്യുന്നതായ ആളുകളുണ്ട്. അപ്പം ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളോട് നാം ഇടപെടുന്നു, ഡിസഗ്രി ചെയ്യുന്ന ആളുകളോട് നാം ഇടപെടുന്നു. പിന്നെ മൂന്നാമത്തെ കൂട്ടരെന്ന് പറയുന്നത് പീപ്പിൾ ഹൂ ആർ ഡിഫറെൻറ്റ്, സ്വഭാവത്തിൽ അവർ വ്യത്യസ്തരാണ്, വ്യത്യസ്ത സ്വഭാവം കാണിക്കുന്നവരാണ്. നാം അതിൻ്റെ വിശദീകരണത്തിലേക്ക് മുമ്പോട്ട് പോവുകയാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യത്യസ്തരായ ആളുകളോട്, നമ്മളോട് ഡിസഗ്രി ചെയ്യുന്ന ആളുകൾ, അല്ലെങ്കിൽ നമ്മളോട് വിയോജിക്കുന്ന ആളുകളോട്, അതുപോലെ നമുക്ക് വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ള ആളുകൾ, ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്, കൈകാര്യം ചെയ്യാൻ ബുദ്ധിമുട്ടുള്ള ആളുകളുണ്ട്. അങ്ങനെയുള്ള ഈ മൂന്ന് കൂട്ടരെ നാം എല്ലാ സമൂഹത്തിലും കാണും. നമ്മൾ ഓഫീസിൽ ചെന്നാലും കാണാം, നമ്മൾ വെളിയിലിറങ്ങിയാലും കാണാം, നമ്മുടെ സഭയിൽ ചെന്നാലും കാണാം. ഇപ്പം ഇങ്ങനെയുള്ള ഈ തരത്തിൽപ്പെട്ട ആളുകളെ കേവലം സഭയിൽ മാത്രമല്ല വെളിയിലും സഭയിലും ഒരുപോലെ നാം നേരിടുമ്പോൾ അവരെ എങ്ങനെ നാം കൈകാര്യം ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മുടെ ആത്മീയ പക്വതയുടെ തെളിവായിട്ട് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമുക്കറിയാമല്ലോ, ചില സമയങ്ങളിൽ ആകാശത്തേക്ക് നോക്കുകയാണെങ്കിൽ ഒരേ ചിറകുള്ള പക്ഷികൾ ഒരുമിച്ച് പറന്നു പോകുന്നതാണ്. അല്ല, എന്ത് മനോഹരത അല്ലേ? അതൊരു നല്ല കാര്യമാണ്. എന്ന് പറയുന്നത് പോലെ നമ്മളെ സംബന്ധിച്ച് നമുക്ക് സാധാരണ മലയാളികൾ കൂടുന്നിടത്തും മലയാളികൾ അങ്ങോട്ടം കൂടും അല്ലേ? അപ്പോൾ അങ്ങനെയുള്ളൊരു സഭയാണ് എങ്കിൽ ഹിന്ദി ഭാഷ സംസാരിക്കുന്നവർ അങ്ങനെ ഒരു കൂട്ടരംഗമാണ്. അല്ലെങ്കിൽ അങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട്, അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പായിട്ട്, ഓരോ കൂട്ടമായിട്ട് അങ്ങനെ തിരിയുന്നതായ ഒരു രീതി സാധാരണ നമ്മൾ കാണാറുണ്ട്. അത് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ആൾക്കാർ നമ്മളെ ഭാഷ അനുസരിച്ച്, സംസ്കാരം അനുസരിച്ച്, നമ്മുടെ അഭിരുചി അനുസരിച്ച്, നമ്മുടെ പ്രായം അനുസരിച്ച്, നമ്മുടെ ജോലി അനുസരിച്ച് ഒക്കെ നമ്മൾ ആളുകൾ തമ്മിൽ ഇങ്ങനെ കൂട്ടം കൂടാറുണ്ട്. അതിൽ തന്നെ തെറ്റല്ല. എന്നാൽ എല്ലാ തരത്തിലുള്ളവരെയും നമുക്ക് ഉൾക്കൊള്ളുവാനും അംഗീകരിക്കുവാനും കഴിയുന്നതാണ് വാസ്തവത്തിൽ ആത്മീയമായ പക്വത. ഞാൻ ഈ അടുത്ത കാലത്തൊരു ദേവദാസനെ കാണാനായിട്ടിടയായി. ഞാൻ അദ്ദേഹത്തെക്കുറിച്ച് നേരത്തെ അധികം ഒന്നും കേട്ടിട്ടില്ല. അദ്ദേഹത്തിൻ്റെ പിതാവിനെക്കുറിച്ച് ഞാൻ കേട്ടിട്ടുണ്ട്, എന്നാൽ തന്നെക്കുറിച്ച് കേട്ടിട്ടില്ല. എന്നാൽ തന്നെ നേരിട്ട് കണ്ട് തൻ്റെ ഭവനത്തിൽ ചെന്നപ്പോഴാണ്, അതിനു മുമ്പേ തന്നെ ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് ആളെ ഞാൻ വിലയിരുത്തി കഴിഞ്ഞു. എന്ന് പറഞ്ഞാൽ ഏത് പ്രായത്തിലുള്ള ആളുകളോടും താൻ ഇടപെടും, കുഞ്ഞുങ്ങളോടും ഇടപെടും, ഏത് ഭാഷക്കയിലുള്ളവരോടും സംസാരിക്കും. തൻ്റെ അപ്രോച്ച് അതുപോലെയാണ്. അദ്ദേഹം തികഞ്ഞ ഒരു ആത്മീയ പക്വതയുള്ളൊരു മനുഷ്യനാണെന്ന് മനസ്സിലാക്കാൻ കഴിയും. അദ്ദേഹത്തോടൊപ്പം തന്നെ സൂക്ഷിക്കുന്ന വേറൊരാളുണ്ട്, പക്ഷെ അത്രത്തോളം അദ്ദേഹത്തെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരാൾ എല്ലാവരെയും ഒരേപോലെ കാണാനും ഒരേപോലെ ഉൾക്കൊള്ളുവാനും കഴിയുന്നതായ ഒരു ട്രെയിനിങ് ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ ആ ഒരു അവസ്ഥയിൽ എത്തിച്ചേരാനായിട്ട് കഴിയുള്ളൂ. ഞാൻ അങ്ങനെ അദ്ദേഹത്തെ കണ്ടപ്പോൾ ഞാൻ അങ്ങനെ ആഗ്രഹിച്ചു പോയി, കർത്താവ് എനിക്കും അദ്ദേഹത്തെ പോലെ ഒരു പക്വതയുള്ളൊരു മനുഷ്യനായി വന്നായിരുന്നെങ്കിൽ എത്രയും നന്നായിരുന്നു എന്ന് ഞാൻ ചിന്തിക്കുകയും ഞാൻ പ്രാർത്ഥിക്കുകയും ചെയ്യുകയുണ്ടായി. അപ്പോൾ നമ്മൾ പല തരത്തിൽപ്പെട്ട ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെ നാം ആ രീതിയിൽ നാം വേർതിരിച്ച് നാം കാണുക എന്ന് പറയുന്നത് നമ്മുടെ ആത്മീയമായ അപക്വതയുടെ ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമ്മളിൽ നിന്നും വ്യത്യസ്തരായ ഭാഷക്കാരെയും പ്രായത്തിലുള്ളവരെയും സംസ്കാരമുള്ളവരെയും ഒക്കെ തിരിച്ചറിയുവാനും അവരെ സ്വാഗതം ചെയ്യുവാനുമുള്ളതായ, അല്ലെങ്കിൽ അവരെ അഭിനന്ദിക്കുവാനുമുള്ളതായ ഒരു മനോഭാവം നമുക്ക് ഉണ്ടാകണം. ഇങ്ങനെയുള്ള നമ്മൾ ആദ്യം ചിന്തിക്കുന്ന ഡിഫറെൻറ്റ് പീപ്പിളാണ്. ആ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെക്കുറിച്ച് നാം ചിന്തിക്കുമ്പോൾ, വ്യത്യസ്തരായ ആളുകളെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ആ ആളുകൾ തന്നെ 4 തരത്തിലുള്ളതായ ആളുകളുണ്ടെന്നാണ് പറയപ്പെടുന്നത്. ഒരു കൂട്ടരെക്കുറിച്ച് പറയുന്നത് ഒരു കോളറിക് സ്വഭാവം എന്നാണ്. അവരുടെ സ്വഭാവത്തെക്കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്, അവർ പെട്ടെന്ന് ആക്രമണോത്സുകരാണ്. എന്ന് പറഞ്ഞാൽ അവർ പെട്ടെന്ന് ആളുകളുടെ മേൽ ചാടി വീഴും, അല്ലെങ്കിൽ അവർ ആധിപത്യം പുലർത്തുവാനായിട്ടും സമ്മർദ്ദം ചെലുത്താനായിട്ടും ഉച്ചത്തിൽ സംസാരിക്കാനായിട്ടും തർക്കിക്കാനും പെട്ടെന്ന് അഭിപ്രായം പറയാനൊക്കെ താല്പര്യമുള്ളവരായിരിക്കും. അപ്പോൾ ആ നിലയിൽ വ്യത്യസ്തരായ ആളുകൾ. മാത്രമല്ല അവർക്ക് പെട്ടെന്ന് അവർ കുപിതരാകും. മാത്രമല്ല അവർ അഹങ്കാരികളാണ്, അവർക്ക് വിട്ടുവീഴ്ചയില്ല.
അങ്ങനത്തെ ആളുകൾ നമ്മുടെ സമൂഹങ്ങളിലുണ്ട്. നാം ജീവിക്കുന്ന സഭകളിലും നമ്മുടെ വെളിയിലുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു കൂട്ടർ. രണ്ടാമത്തെ കൂട്ടരെന്ന് പറയുന്നത് സാങ്ക്വിൻ സ്വഭാവമാണ്. അതെന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ച് അവർ വളരെ സൗഹാർദ്ദമാണ്, വളരെ പുഞ്ചിരിക്കുന്നവരാണ്, നല്ല ഓർഗനൈസേഷൻ കപ്പാസിറ്റി അവർക്കുണ്ടെന്ന് പറഞ്ഞാൽ ആളുകളെ കൂട്ടി സംയോജിപ്പിച്ച് കൊണ്ടുപോകാനുള്ളതായ കഴിവുണ്ട്. അവരുടെ സംസാരം വളരെ സോഫ്റ്റ് സ്പോക്കൺ ആയിരിക്കും, മൃദുവായ സംസാരമായിരിക്കും. മാത്രമല്ല അവർക്ക് എന്തു വന്നാലും സഹിക്കാനുള്ളതായിരിക്കുന്ന ഒരു കൽപ്പുണ്ടാകും. അങ്ങനെയുള്ള ആളുകൾ. അപ്പോൾ നമ്മൾ ആദ്യം ഓർത്തത് കുറച്ച് കോളറിക്കായിട്ടുള്ള ആളുകൾ. അവർ കുറച്ച് ടഫാണ്, കുറച്ച് ആധിപത്യമുള്ളവരാണ്, കുറച്ച് ഒച്ചയിൽ സംസാരിക്കുന്നവരാണ്. അവർ സ്ഥലത്തുണ്ടെന്ന് മറ്റുള്ളവർ അറിയണം, ആ രീതിയിൽ ഇടപെടുന്നവരാണ്. അപ്പോൾ അതേ സമയത്ത് തന്നെ ഈ സമൂഹത്തിൽ മറ്റൊരു കൂട്ടരാണ് വളരെ സ്വൈര്യമായി, സൈലൻ്റായി, ശാന്തരായി, സുമുഖരായിട്ട് ജീവിക്കുന്നതാണ്. മാത്രമല്ല വേറൊരു കൂട്ടരെ കുറിച്ച് പറയുന്നത് ഫ്ലാഗ്മാറ്റിക് എന്ന് പറയും. ഫ്ലാഗ്മാറ്റിക് എന്ന് പറഞ്ഞാൽ അവരെപ്പോഴും വേറെ ഏതോ ലോകത്തായിരിക്കും. അവർ പല കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നവരായിരിക്കും, ചിന്തകന്മാരായിരിക്കും. ഓക്കെ. അപ്പോൾ അവർ ഭയങ്കര ആദർശവാദികളാണ്, വളരെ ദർശനമുള്ളവരാണ്. അവരേതെങ്കിലും ഒരു ലോകത്ത് അങ്ങനെ വിഹരിക്കുന്നത് പോലെയാണ് അവരുടെ ജീവിതം. അവരെപ്പോഴും ഇങ്ങനെ അധികം സംസാരിക്കത്തില്ല. എന്നാൽ അവരെ സംബന്ധിച്ച് അവർക്ക് മറ്റുള്ളവരോട് അനുകമ്പയും പരിഗണനയൊക്കെ ഉള്ളവരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അപ്പോൾ നമ്മൾ 3 കൂട്ടരെ കുറിച്ച് ഓർക്കുകയുണ്ടായി. 4ാമത്തെ കൂട്ടർ എന്ന് പറയുന്നത് അവർ വളരെ മൂടിയാണ്. അതിനെക്കുറിച്ച് പറയുന്നത് മെലങ്കോളിക് എന്നാണ്. വിഷാദ സ്വഭാവം എന്ന് പറഞ്ഞാൽ അവർക്ക് മറ്റുള്ളവരുടെ മുമ്പിൽ 4 പേരുടെ മുമ്പിൽ നിന്ന് സംസാരിക്കാൻ ലജ്ജയാണ്. അവർക്ക് ഇൻട്രോവേർട്ട് എന്ന് പറയും. അവർ എന്ത് ചെയ്യുക, അന്തർമുഖരാണ്. അവരോട് എന്തെങ്കിലും നമുക്ക് സംസാരിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് അവർക്ക് എന്ത് ചെയ്യും, ഫീൽ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഈ കൂട്ടത്തിൽപ്പെടുന്നവരാണ്. അതുപോലെ അവർ എപ്പോഴും തൊട്ടാവാടി പോലെയാണ്. എന്തെങ്കിലും പറഞ്ഞാൽ എന്ത് ചെയ്യും, ഗുണം പറഞ്ഞാലും ദോഷം പറഞ്ഞാലും അവർ പാടിപ്പോകും. അപ്പോൾ നമുക്ക് അങ്ങനെയുള്ളവരെയൊക്കെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്ത് വേണം, പക്വത വേണം. ആ പക്വതയിലേക്ക് എത്തുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മൾ പഠിച്ചു വരുന്നത്. അപ്പോൾ നമ്മൾ ഓർത്തത് കോളറിക് സ്വഭാവമുള്ളവർ, പിന്നെ സാങ്ക്വിൻ സ്വഭാവം എന്ന് പറഞ്ഞാൽ ശാന്തശീലരായിട്ടുള്ള ആളുകൾ, പിന്നെ പറയുന്നത് ചിന്തകന്മാരായിട്ട് വേറൊരു ലോകത്ത് ജീവിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അതേപോലെ ആരോടും മിണ്ടാതെ മൗനമായി വിഷാദരായി ജീവിക്കുന്നതായ ആളുകൾ. ഇങ്ങനെയുള്ള വിവിധ തരത്തിൽപ്പെട്ട ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളാണ് നമ്മുടെ സഭകളിലും നമ്മുടെ സമൂഹത്തിലും നാം കാണുന്നത്. എന്നാൽ എല്ലാ സ്വഭാവങ്ങളും 100% കലർന്ന ആളുകൾ അപൂർവമാണ്. ഇപ്പോൾ എനിക്ക് ചിലപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ കുറച്ച് കൂടുതലായിരിക്കും, ഏതെങ്കിലും കാര്യങ്ങൾ ലെവലുള്ളതായിരിക്കും. നിങ്ങളിൽ പലർക്കും നമുക്ക് ഓരോരുത്തർക്കും അങ്ങനെ ശോധന ചെയ്യാനായിട്ട് കഴിയും, ഞാൻ ഈ സ്വഭാവക്കാരനാണ്. എന്നാൽ ഈ 4 സ്വഭാവങ്ങളും കൂടിക്കലർന്നവരാണ് മിക്കവാറും ആളുകൾ. എന്നാൽ വ്യത്യസ്തരായ സ്വഭാവം രീതികൾ ഉള്ളവരെയും നാം ഉൾക്കൊള്ളുവാനായിട്ട് ഇടയായിത്തീരണമെങ്കിൽ നാം ഒരു പക്വതയിലേക്ക് വരണം. ചിലപ്പം ഒരാൾക്ക് കോളറിക് സ്വഭാവം കൂടുതലായിരിക്കും, അപ്പം മറ്റേ താഴെ പറയുന്നത് HOD-യിൽ പറഞ്ഞ ഫ്ലഗ്മാറ്റിക് സ്വഭാവം ഉണ്ടാവും. അതേ സമയത്ത് തന്നെ ചിന്തകനുമായിരിക്കും. ഒപ്പം തന്നെ താൻ വളരെ അധികാരത്തിൽ സംസാരിക്കുകയോ സംസാരിക്കുകയോ താൻ ദേഷ്യപ്പെടുകയോ ചെയ്യുന്ന ആളായിരിക്കാം. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെല്ലാം നമ്മുടെ സമൂഹത്തിലുള്ളപ്പോൾ അവരെയൊക്കെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് നമ്മുടെ ആത്മീയമായ പക്വതയുടെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളൊക്കെ നമ്മുടെ മുമ്പിൽ വരുമ്പോൾ അല്ലെങ്കിൽ ആളുകളുമായി നാം ഇടപെടുമ്പോൾ നമുക്ക് എങ്ങനെ ഇതിനെ നേരിടാനായിട്ട് കഴിയും? അപ്പോൾ ഈ ഓരോ സ്വഭാവത്തിൻ്റെയും പോസിറ്റീവും ആരോഗ്യകരമായ സവിശേഷതകൾ എന്താണെന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് ഇതിനെയെല്ലാം സംയോജിപ്പിച്ച് കൊണ്ടുപോകുവാൻ കഴിയുന്നതിന് നമുക്ക് വളരെ കഠിനാധ്വാനമാണ്. അപ്പോൾ വിവിധ തരത്തിലുള്ളതായ സ്വഭാവമുള്ള വ്യത്യസ്തരായ ആളുകളെ കൈകാര്യം ചെയ്യുന്നതിന് നമ്മളുടെ പരിശ്രമം ആവശ്യമാണ്. അത് നമുക്ക് തനിയെ കഴിയുന്നതായിട്ടുള്ള കാര്യമല്ല. നമുക്കറിയാം, നമ്മുടെ ബൈബിളിൽ തന്നെ പുതിയ നിയമത്തിലെ കഥാപാത്രങ്ങളും പഴയ നിയമത്തിലെ കഥാപാത്രങ്ങളും നാം എടുക്കുകയാണെങ്കിൽ പൗലോസിനും പത്രോസിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ കുറച്ചുകൂടെ പവർഫുള്ളാണ്. അവർ അധികാരത്തിൽ ചില കാര്യങ്ങൾ പറയും. അങ്ങനെയെന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ. പൗലോസിൻ്റെ കാര്യം നമുക്കറിയാം. എന്നാൽ ബർന്നബാസ്, യോഹന്നാൻ തുടങ്ങിയതായ ആളുകൾ എന്താണ്? അവർ വളരെ സൗമ്യരാണ്, ശാന്തരാണ്, സമാധാനപ്രിയരാണ്. അവരെക്കുറിച്ച് നാം ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് അവരുടെ സ്വഭാവം എന്താണെന്ന് മനസ്സിലേക്ക് ഓടിയെത്തും. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ. എന്നാൽ അബ്രഹാമിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അബ്രഹാം വളരെ ചിന്തിക്കുന്ന ഒരാളായിരുന്നു, ഉറച്ച തീരുമാനങ്ങൾ എടുക്കുന്ന ആളായിരുന്നു.
പിന്നീട് നാം കാണുന്ന തിമോത്തിയോസിനെ കുറിച്ച്, തിമോത്തിയോസ് ഒരു ലജ്ജാശീലമുള്ള ഒരാളായിരുന്നു. നാം തിമോത്തിയോസിൻ്റെ ലേഖനം വായിക്കുമ്പോൾ അവിടെ തിമോത്തിയോസ് ടിമിഡ് എന്നാണ് ഇംഗ്ലീഷിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ആ ഒരു ശൈലിയുള്ള ആളായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യുവാൻ, അവരെയൊക്കെ സംയോജിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാൻ കഴിയുന്നതായ ഒരു പക്വതയിലേക്ക് വരണം എന്നാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. ഇത് നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നാം തുടരുന്നതായ ഒരു പ്രക്രിയയാണ്. ഇത് നമ്മുടെ സ്വയമായ പരിശ്രമത്താൽ കഴിയുന്നതല്ല. ഈ ആളുകളെ ഇങ്ങനെയുള്ള സ്വഭാവമുള്ളവരാണെന്ന് അറിഞ്ഞുകൊണ്ടല്ല നമ്മൾ ഇടപെടുന്നത്. പക്ഷേ നാം പഠിച്ചു വരുമ്പോൾ ഇങ്ങനെയുള്ളതായ സ്വഭാവ സവിശേഷതകളുള്ള ആളുകളുമായിട്ടാണല്ലോ നാം ഓരോരുത്തരും ഇടപെടുന്നത്. ഞാനും അത്തരക്കാരനാണല്ലോ, എന്നെയും ആളുകൾ ഇങ്ങനെയാണല്ലോ ഡീൽ ചെയ്യുന്നതെന്ന് നാം മനസ്സിലാക്കുമ്പോൾ നാം കൂടുതൽ ദൈവകൃപയ്ക്കായിട്ട് ആഗ്രഹിക്കുകയും ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ സഹായത്തിനായി ദിനംതോറും ദൈവസന്നിധിയിൽ താണിരുന്നുകൊണ്ട് നമ്മളെ തന്നെ രൂപാന്തരപ്പെടുത്തുവാനായിട്ട് ഇടയായിത്തീരും. അങ്ങനെ നമുക്ക് പക്വതയിലേക്ക് എത്തിച്ചേരുവാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ ഈ പറഞ്ഞ 4 സ്വഭാവങ്ങൾ, വ്യത്യസ്ത സ്വഭാവത്തിലുള്ള ആളുകളെയും മനോഹരമായ നിലയിൽ, വളരെ സന്തുലിതമായ നിലയിൽ നമുക്ക് ഒന്നിച്ച് വളർത്തിക്കൊണ്ട് വരുവാനായിട്ട് ഇടയായെങ്കിൽ മാത്രമേ നാം ഓർത്തതുപോലെ നമുക്ക് പക്വതയുള്ള ഒരു ജീവിതം കാഴ്ചവെക്കുവാനായിട്ട് ഇടയായിത്തീരും. സമൂഹത്തിൽ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെ കുറിച്ചാണ് നാം ഓർത്തത്. ഇനി ഡിസഗ്രി ചെയ്യുന്ന ആളുകളുണ്ട്. അവരോട് നാം എങ്ങനെ ഇടപെടും? 2 ആളുകൾക്ക് എല്ലാ വിഷയങ്ങളും 100% യോജിപ്പിലെത്തുക എന്നത് പ്രയാസമാണ്. നമുക്കറിയാം, ഭാര്യ ഭർത്താക്കന്മാർ ഒരു ദേഹമാണ്, പക്ഷേ 2 വ്യക്തികളാണ്. അവർക്ക് പോലും എല്ലാ കാര്യങ്ങളിലും ഒരേപോലെ യോജിക്കാനായിട്ട് കഴിഞ്ഞെന്ന് വരികയില്ല, നിർബന്ധമില്ല, ഒരുമിച്ച് പോകുന്നതാണ്. പക്ഷേ എന്തുകൊണ്ടാണ് നാം അങ്ങനെ യോജിച്ച് പോകുന്നത്? എന്തുകൊണ്ടാണ്? അത്തരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടെങ്കിൽ പോലും നാം അതിനെ കോംപ്രമൈസ് ചെയ്ത് നാം സന്തോഷത്തോടെ പോകുന്നത് എന്തുകൊണ്ടാണ്? എന്താ? നമ്മുടെ ഹൃദയത്തിൽ നാം ഒരിക്കലും പകയോ വിദ്വേഷമോ വെച്ച് പുലർത്താത്തത് കൊണ്ടാണ്. എൻ്റെ ഭാര്യ എനിക്ക് അഭിപ്രായ വ്യത്യാസമുള്ള ഒരു കാര്യം പറഞ്ഞാൽ ചിലപ്പോൾ അതെനിക്ക് സ്വീകരിക്കാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞാൻ അവളെ പകയ്ക്കുകയോ ഞാൻ വെറുക്കുകയോ ചെയ്യുന്നില്ല. ഞാൻ അവളെ സ്നേഹിക്കുന്നത് കൊണ്ട് ഞാനത് മറക്കുകയാണ്. ഞാൻ പിന്നെയും ചേർത്ത് നിർത്തുകയാണ്. എൻ്റെ കാര്യത്തിലും അത് തന്നെ. ഞാൻ അഭിപ്രായ വ്യത്യാസമുള്ള കാര്യങ്ങൾ ചെയ്യുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുമ്പോൾ ഉൾക്കൊള്ളാനായിട്ട് പ്രയാസമുണ്ട്. ഒരുപക്ഷെ ദേഷ്യപ്പെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചു എന്ന് വരാം. എന്നാൽ ആ പകയോ വിദ്വേഷമോ മനസ്സിൽ വെച്ച് പുലർത്താതെ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നതായ ഒരു നിലപാടാണ് ആത്മീയമായ പക്വതയുടെ ഒരു ലക്ഷണമായിട്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, വിയോജിക്കാൻ ഞങ്ങൾ സമ്മതിക്കുന്നു, എഗ്രി ടു ഡിസഗ്രി. ആ ഒരു നിലപാടാണ് യഥാർത്ഥത്തിൽ ഒരു ആത്മീയമായ പക്വതയിലുള്ള ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. യോഹന്നാൻ 1 കൊരിന്ത്യർ 13-ാം അധ്യായം വായിക്കാം. അവിടെ അതിന് കാരണമായി തീരുന്നത് എന്താണ് എന്ന് നമുക്ക് ഓർക്കാനായിട്ട് കഴിയും. 1 കൊരിന്ത്യർ 13-ാം അധ്യായത്തിൻ്റെ 5ഉം 6ഉം വാക്യങ്ങൾ നമുക്ക് വായിക്കാം. 4 മുതലുള്ള വാക്യങ്ങൾ വായിക്കാം. ആർക്കെങ്കിലും വായിച്ചാട്ടെ. സ്നേഹം കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നതുമില്ല, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. അപ്പൊ ഇതിന്റെ യഥാർത്ഥമായ അടിസ്ഥാനം എന്ന് പറയുന്നത് സ്നേഹമാണ്. ആ സ്നേഹം എന്ന് പറയുന്നത് കേവലം മാനുഷികമായ സ്നേഹമല്ല, ദൈവ സ്നേഹമാണ് ഇവിടെ വിവരിച്ചിരിക്കുന്നത്. ആ ദൈവസ്നേഹത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വാക്യങ്ങളിലുടനീളം നാം വായിച്ച് കേൾക്കുകയായിരുന്നു. ഇങ്ങനെയുള്ളതായ കാര്യങ്ങളെല്ലാം സഹിക്കുകയും സ്പർദ്ധിക്കാതെയും നിഗളിക്കാതെയും ദോഷം കണക്കിടാതെയും ദേഷ്യപ്പെടാതെയും അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുകയും എല്ലാം പൊറുക്കുകയും എല്ലാം വിശ്വസിക്കുകയും എല്ലാം പ്രത്യാശിക്കുകയും ചെയ്യുന്നതായ ഒരു സ്നേഹത്തിൻ്റെ ആ പ്രകടനം വരുമ്പോൾ എന്തു ചെയ്യും? വ്യത്യസ്ത അഭിപ്രായമുള്ള ആളുകളെ എന്തു ചെയ്യും? നമ്മൾ ഉൾക്കൊണ്ടു പോകാനായിട്ടിടയാണ്. പുതിയ നിയമത്തിലെ ഒരു ഉദാഹരണം നമുക്ക് പറയാനായിട്ട് കഴിയും. പൗലോസ് അപ്പോസ്തലനും സഹോദരന്മാരും ഒരുമിച്ച് അന്ത്യോക്യയിൽ നിന്ന് അവരെ വേലയ്ക്ക് പ്രാർത്ഥിച്ച് അവരെ ഭരമേൽപ്പിച്ച് പുറപ്പെടുകയാണ്. 1-ാം മിഷണറി യാത്രയിൽ. 1-ാം മിഷണറി യാത്രയിൽ അവരോടുകൂടെ ബർന്നബാസിൻ്റെ മച്ചുനനായ യോഹന്നാൻ മർക്കോസും ഉണ്ടായിരുന്നു. എന്നാൽ നമുക്ക് ആ ഭാഗം നോക്കിയാൽ അതിൻ്റെ കറക്റ്റായിട്ടുള്ള കാര്യം മനസ്സിലാക്കാനായിട്ട് കഴിയും, അതിൻ്റെ ഗൗരവം മനസ്സിലാക്കാനായിട്ട് കഴിയും. നമുക്ക് അപ്പോസ്തല പ്രവൃത്തി 14-ാം അധ്യായം അതിൻ്റെ 15-ാമത്തെ അധ്യായം അതിന് 36 മുതലുള്ള വാക്യങ്ങൾ
വായിക്കാം. മർക്കോസ് എന്ന യോഹന്നാനെയും ആ. കൊണ്ട് പോകുവാൻ ബർന്നബാസ് ഇച്ഛിച്ചു. ആ പൗലോസോ പംഫുല്യയിൽ തങ്ങളെ വിട്ട് പ്രവൃത്തിക്ക് വരാതെ പോയവനെ കൂട്ടിക്കൊണ്ടു പോകുന്നത് യോഗ്യമല്ല എന്ന് നിരൂപിച്ചു. അങ്ങനെ പൗലോസും ബർന്നബാസും ഉഗ്രവാദം ഉണ്ടായിട്ട് വേർപിരിഞ്ഞു. ബർന്നബാസ് മർക്കോസിനെ കൂട്ടി കപ്പൽ കയറി കുപ്രോസ് ദ്വീപിലേക്ക് പോയി. പൗലോസോ ശീലാസിനെ തിരഞ്ഞെടുത്ത സഹോദരന്മാർ കർത്താവിന്റെ കൃപയിൽ ഫലമേൽപ്പിക്കപ്പെട്ടിട്ട് യാത്ര പുറപ്പെട്ട് സിറിയ കിലിക്കിയ ദേശങ്ങളിൽ കൂടി സഞ്ചരിച്ച് സഭകളെ ഉറപ്പിച്ചു പോയി. അപ്പോൾ ഒന്നാമത്തെ മിഷണറി യാത്ര കഴിഞ്ഞവർ മടങ്ങി വന്നു. രണ്ടാമത്തെ മിഷണറി യാത്ര ആരംഭിക്കുമ്പോൾ ബർന്നബാസിനെ ആരെ കൂട്ടിക്കൊണ്ട് പോകണം? മർക്കോസിനെ കൂട്ടിക്കൊണ്ട് പോകണം. പക്ഷേ പൗലോസ് ജഗം ചെയ്താൽ സമ്മതിക്കില്ല. എന്താണ്? ഒന്നാമത്തെ പ്രാവശ്യം വന്നിട്ട് തിരിച്ചു പോയി അല്ലേ? ചിലപ്പോൾ ഹോം സിക്നെസ് ഉണ്ടായതായിരിക്കാം, എന്താണെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ ആദ്യം പ്രവൃത്തിക്ക് വന്നിട്ട് കൂടെ നിൽക്കാതെ തിരിച്ചു പോയ മർക്കോസിനെ ഇനി കൂട്ടിക്കൊണ്ട് പോകുന്ന പരിപാടിയേ ഇല്ല എന്ന് ആര് ശാഠ്യം പിടിച്ചു? പൗലോസ്. നമ്മളിവിടെ പറയുന്നത് അവർ ഉഗ്രവാദം ഉണ്ടായെന്നാണ്. അതിൻ്റെ സെൻസിറ്റിവിറ്റി അല്ലെങ്കിൽ അതിൻ്റെ എത്രമാത്രം അതിൻ്റെ ഗൗരവം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ അവർ വളരെയധികം ശക്തമായ നിലയിലുള്ള അഭിപ്രായ ഭിന്നതയുണ്ടായി. എന്നിട്ട് രണ്ടുപേരും ഓരോരുത്തരെ കൂട്ടിക്കൊണ്ട്, ഒരാൾ ബർന്നബാസിനെ കൂട്ടിക്കൊണ്ട് സൈപ്രസിലേക്ക് പോയി. അവിടെ ഭാഗങ്ങളിലൊക്കെ പ്രവർത്തിച്ച സഭകളുണ്ടായി. മറ്റേ പൗലോസ് ഈ സിറിയ ഭാഗങ്ങളിലേക്ക് ശീലാസിനെയും കൂട്ടിക്കൊണ്ട് പോയി. രണ്ടുപേരും രണ്ട് ഡയറക്ഷനിലേക്ക് പോയി. അങ്ങനെ അവർ തമ്മിൽ യാതൊരു ബന്ധമില്ലാത്തവരായി തീർന്നു എന്നല്ല. കൊരിന്ത്യർക്ക് ലേഖനം എഴുതുമ്പോൾ പൗലോസ് എടുത്തു പറയുന്നുണ്ട്, കൊരിന്ത്യർ അപ്പൊല്ലോസിനെയും ബർന്നബാസിനെയും പൗലോസിനെയും ഒക്കെ കൂടെ കുറിച്ച് സംസാരിക്കുമ്പോൾ അതിന് മറുപടിയായിട്ട് പറയുകയാണ്. എന്താണ്? രണ്ടാമത്തെ മിഷണറി യാത്രയിൽ മർക്കോസ് എന്ന യോഹന്നാനെ ടീമിൽ ഉൾപ്പെടുത്താൻ ബർന്നബാസ് ആഗ്രഹിച്ചു. ആദ്യ മിഷണറി യാത്രയിൽ അവരെ ഉപേക്ഷിച്ച് പോയതിനാൽ അവനെ കൊണ്ടുപോകാൻ പൗലോസിന് ഇഷ്ടമായില്ല. പൗലോസും ബർന്നബാസും തമ്മിൽ ഗുരുതരമായ അഭിപ്രായ വ്യത്യാസമുണ്ടായി. അവർ വഴിപിരിഞ്ഞു. പൗലോസ് ശീലാസിനെയും ബർന്നബാസ് മർക്കോസിനെയും കൂട്ടിക്കൊണ്ട് മുന്നോട്ട് പോവുകയുണ്ടായി. എന്താണ്? അവരുടെ അഭിപ്രായ വ്യത്യാസവും തർക്കവും വളരെ ഗൗരവമുള്ളതാണെങ്കിലും രണ്ടുപേരും അവരുടെ ഹൃദയത്തിൽ പകയോ വിദ്വേഷമോ ദേഷ്യമോ സൂക്ഷിച്ചില്ല. അതാണ് കാണുന്നത്. അതിന് അവർ രണ്ട് ഡയറക്ഷനിലേക്ക് യാത്ര തുടർന്നെങ്കിലും പിന്നീട് നാം കാണുന്നത് പൗലോസ് എന്താണ് ചെയ്തത്? പൗലോസ് ഈ ബർന്നബാസിനെ അഭിനന്ദിക്കുന്നതായിട്ടാണ് നാം കാണുന്നത്. 1 കൊരിന്ത്യർ 9-ാം അധ്യായത്തിൻ്റെ 6-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്കും ബർന്നബാസിനും മാത്രമാണോ ജോലി ചെയ്യുന്നതിൽ നിന്ന് വിട്ടുനിൽക്കാൻ അവകാശമില്ലാത്തത് എന്ന് പറഞ്ഞുകൊണ്ട് ബർന്നബാസിനെ ശ്ലാഘിച്ചുകൊണ്ട് അഭിനന്ദിച്ചുകൊണ്ട് പൗലോസ് അവിടെ കൊരിന്ത്യർക്ക് എഴുതുകയാണ്. പ്രിയമുള്ളവരെ, അവരുടെ വിയോജിപ്പിനും വേർപിരിയലിന് ശേഷവും പൗലോസിൻ്റെ ഹൃദയത്തിൽ ഒരിക്കലും പകയോ വിദ്വേഷമോ വെച്ച് പുലർത്തിയില്ല. അതാണ് ആത്മീയമായ പക്വതയുടെ ലക്ഷണം. അതുകൊണ്ട് വിശ്വാസികൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായാൽ ചില സമയങ്ങളിൽ നമുക്ക് വ്യക്തിപരമായ താല്പര്യങ്ങൾ നിമിത്തം, ചില സമയങ്ങളിൽ ആശയപരമായ സംഘടനകൾ നിമിത്തം നമുക്ക് പ്രശ്നങ്ങളുണ്ടായാലും ഒരിക്കലും വഴക്കുകളോ പിണക്കമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസമോ നമ്മുടെ ജീവിതത്തിൻ്റെ അന്ത്യം വരെയും നമുക്ക് ഒരു പകയായി വിദ്വേഷമായി വെച്ച് പുലർത്തുവാൻ ഒരു ആത്മീയമായ പക്വത വന്ന ഒരു വ്യക്തിക്ക് സാധ്യമായി തീരുകയില്ല. അതുകൊണ്ട് സഹോദരനോട് ക്ഷമിക്കാനും സഹോദരനെ ബഹുമാനിക്കുവാനും സഹോദരനെ അഭിനന്ദിക്കുവാനും കഴിയുന്നതായ ഒരു പക്വതയിലേക്ക് അങ്ങനെയുള്ള വ്യക്തികൾ എത്തിച്ചേരുവാൻ ഇടയായി തീരുമെന്നാണ് ഈ പൗലോസിൻ്റെ ജീവിതം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. അപ്പോൾ വെറുപ്പ്, വിദ്വേഷം, പക, അസൂയ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്തിൻ്റെ ലക്ഷണങ്ങളാണ്? ആത്മീയമായ അപക്വതയുടെ ലക്ഷണമാണ്, പക്വതയുടെ ലക്ഷണങ്ങളല്ല എന്ന് തിരിച്ചറിയുവാനായിട്ട് ഇടയായി തീരട്ടെ. അപ്പോൾ ഡിഫറൻ്റ് ആയിട്ടുള്ള ആളുകളെ സ്വീകരിക്കുക, മാത്രമല്ല ഡിസഗ്രി ചെയ്യുന്ന ആളുകളെ സ്വീകരിക്കുക, അത് ആത്മീയമായ പക്വതയുടെ ഒരു നല്ല ലക്ഷണമാണ്. മൂന്നാമതായിട്ട് നാം കാണുന്നത് ഡിഫിക്കൽട്ടായിട്ടുള്ള ആളുകളാണ്. ചില ആളുകളെ കൈകാര്യം ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അവർ എപ്പോഴും ഒരു മൂഡ്സിൽ ജീവിക്കുന്നവരാണ്. അവരോട് നമുക്ക് സംസാരിക്കാൻ തന്നെ പേടിയാണ്. ചില ആളുകളെ അപ്രോച്ച് ചെയ്യാൻ നമുക്ക് പേടിയാണ്. നമ്മൾ അവരോട് പുഞ്ചിരിച്ചാൽ അവർ നീ എന്തിനാ എന്നെ നോക്കി ചിരിക്കുന്നതെന്ന് പറയും, അല്ലേ? നമ്മൾ അവരെ നോക്കി ചിരിക്കാതിരുന്നാൽ അവർ പറയും എന്നെ നോക്കി ചിരിച്ചില്ല എന്ന് പറയും. ഇങ്ങനെയുള്ള ആളുകളെ നാം ഫേസ് ചെയ്യാറുണ്ട് നമ്മുടെ സഭകളിലും നമ്മുടെ സമൂഹത്തിലും. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ നമ്മളെങ്ങനെ കൈകാര്യം ചെയ്യും? നമ്മൾ അവരോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ അവർ വിചാരിക്കും നമ്മുടെ നിന്ന് എന്തെങ്കിലും പിടിച്ചെടുക്കാൻ അല്ലെങ്കിൽ എന്നിൽ നിന്ന് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്
ഈ ഇത് കാണിക്കുന്നതെന്ന് പറയും. ഇല്ല നമ്മൾ എന്തെങ്കിലും വഴക്ക് പറയുകയാണ്, അല്ലെങ്കിൽ നാം എന്തെങ്കിലും ഗൗരവമായിട്ട് സംസാരിക്കുകയാണെങ്കിലോ അതിനെ വേറെ രീതിയിൽ അവർ എടുക്കാനായിട്ട് ഇടയായിത്തീരും. അപ്പോൾ അങ്ങനെയുള്ളവരെ സമീപിക്കാൻ നമ്മൾ പാടുപെടും. ചില ആളുകളൊക്കെ എന്ത് ചെയ്യും, അങ്ങനെയുള്ളവർ ഒഴിവാക്കാനായിട്ട് ഇടയായിത്തീരും. നമ്മൾ അങ്ങനെയുള്ളവരോടൊക്കെ ഇടപെടുമ്പോൾ അവരുടെ മുഖം ചുളിക്കുന്നതോ അല്ലെങ്കിൽ അവർ നമ്മോട് പ്രകോപിതരായി സംസാരിക്കുന്നതോ ഒക്കെ നമുക്ക് അനുഭവപ്പെടാറുണ്ട്. അപ്പം ഈ വിധത്തിലുള്ള ആളുകളെയൊക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ആത്മീയമായ പക്വതയുള്ള ആളുകൾക്ക് അങ്ങനെയുള്ളവരെ കൈകാര്യം ചെയ്യാനായിട്ട് ഇടയായിത്തീരുള്ളൂ. ചിലപ്പോൾ പറയാറുണ്ട്, ചില ആളുകളോടൊക്കെ ചിലരെ അപ്രോച്ച് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്, അതുകൊണ്ട് ഇന്ന ആളെ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ ഇന്ന ആൾ മതി എന്ന് പറഞ്ഞ് ഏർപ്പെടുത്താറുണ്ട് ഇല്ലേ. നമ്മുടെ ഓഫീസുകളിലാണെങ്കിലും നമ്മളെ സഭാ തലത്തിലാണെങ്കിലും ചിലരെ കൈകാര്യം ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടാണ്. പെട്ടെന്ന് ചിലപ്പോൾ ചൂടാവും, അല്ലെങ്കിൽ അവർക്ക് അവരുടെ മനസ്സിൽ എന്താണ് ഇരിപ്പെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അവരുടെ റിയാക്ഷൻ വ്യത്യസ്തമാണ്. അപ്പോൾ അവരെ കൈകാര്യം ചെയ്യാൻ പ്രാപ്തിയുള്ള പക്വതയുള്ള ആളുകളെ നമ്മൾ പലപ്പോഴും സജസ്റ്റ് ചെയ്യാറായിട്ടുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ പബ്ലിക് ഏരിയകളിലൊക്കെ പബ്ലിക് ഫെസിലിറ്റീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, സർവീസിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകൾ, അവരോടൊക്കെ നമ്മൾ ചിലപ്പോൾ ഇടപെടുമ്പോൾ ഈ വിശേഷിച്ച് നമ്മൾ ഈ കൗണ്ടറുകളിലൊക്കെ ഇരിക്കുന്ന ആളുകൾ ചിലവർ മൂശേട്ടകളാണ് ചില സമയത്ത് അല്ലേ. അവരുടെ അടുത്ത് അവർ പുഞ്ചിരിച്ചാൽ അവർക്ക് ദേഷ്യം, നമ്മൾ ദേഷ്യപ്പെട്ട് നിന്നാൽ അവർക്ക് ദേഷ്യം, നമ്മൾ ആ ലൈനിൽ നിന്ന് കുറച്ച് അകന്ന് നിന്നാൽ പ്രയാസം. അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമ്മൾ കൈകാര്യം ചെയ്യേണ്ടി വരും. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ നേരിടുമ്പോൾ എങ്ങനെ ഇങ്ങനെയുള്ളതായ മനുഷ്യരെ, ഇങ്ങനെയുള്ളതായ ആളുകളെ നമ്മുടെ സഭകളിലും നമ്മുടെ സമൂഹത്തിലും നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് നോക്കുമ്പോൾ വളരെ ശ്രമകരമാണ്. പലപ്പോഴും ജിജി കേൾക്കാറുണ്ട്, ജിജിയുടെ വാർഡിലെ ചില പേഷ്യൻസ്, അത് പിള്ളേരുടെ മാതാക്കൾ, അവരൊക്കെ പല നിലയിൽ അവർ അസ്വസ്ഥരായിട്ടുള്ള ആളുകളാണ്. അവരുടെ കുടുംബങ്ങളിലെ വിഷയങ്ങൾ, അവർക്ക് 1-2 കുഞ്ഞുങ്ങൾ ഈ ഡിസബിലിറ്റീസ് ആയിട്ട് വരുന്നതാണ്. അപ്പോൾ അവർക്ക് കൈകാര്യം ചെയ്യാനും മറ്റു കുഞ്ഞുങ്ങളെ വളർത്താനും ഭർത്താവിൽ നിന്നും കുടുംബത്തിൽ നിന്നുള്ളതായ നിന്നയും കാര്യങ്ങളൊക്കെ അനുഭവിച്ച് അവർ വളരെ ടെൻസ്ഡാണ്. അപ്പോൾ അവർ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ആശുപത്രി വരുമ്പോൾ അവർ ഈ പക തീർക്കുന്ന ആരോടാണ്? ഈ പേഷ്യൻ്റ് കെയർ ചെയ്യുന്ന നേഴ്സിനോടും അല്ലെങ്കിൽ തെറാപ്പിസ്റ്റുകളോടാണ്. അപ്പം അങ്ങനെയുള്ള ആളുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം വാർഡിലെ ഇൻചാർജും മറ്റും എന്ത് ചെയ്യുമെന്നറിയാമോ? ഒരു പണിഷ്മെൻറ്റ് പോലെ അല്ലെങ്കിൽ ഒരു ശത്രുത പോലെ ഇങ്ങനെയുള്ള ആളുകളെ ജിജിക്ക് ഏൽപ്പിച്ചു കൊടുക്കും. അപ്പോൾ ജിജി കഴിഞ്ഞിടയ്ക്ക് പറയുമായിരുന്നു, ഒരു പുള്ളിക്കാരത്തി ഇതുപോലെ ഭയങ്കര പ്രശ്നമാണ്, അപ്പം ഭയങ്കര ചൂടാണ്. അവൻ പുള്ളിക്കാരത്തി ജിജി എന്നിട്ട് ഇങ്ങനെ തോളെ കൈയിട്ട്, മാമ എന്ത് പറ്റി നിനക്ക്, എന്താ ഇത്ര പ്രയാസം എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പം നിൻ്റെ പോലെ തന്നെ എനിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നു ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് അവളുടെ ഫീലിംഗ് എന്താണെന്ന് മനസ്സിലാക്കി അവളോട് സംസാരിക്കാനിടയായി അവളെ കൈകാര്യം ചെയ്യും. അവൾ ജിജിയോട് യാതൊരു പ്രശ്നമില്ല. എന്നാൽ മറ്റ് നേഴ്സുമാർക്ക് അത് പലപ്പോഴും കൈകാര്യം ചെയ്യാൻ കഴിയുന്നില്ല. ഞാനൊരു ഉദാഹരണം പറഞ്ഞതാണ്. എന്ന് പറഞ്ഞതുപോലെ നമുക്ക് ആളുകളെ കൈകാര്യം ചെയ്യാനായിട്ട് പ്രത്യേകമായ കൃപ ആവശ്യമാണ്. ബുദ്ധിമുട്ടുള്ള ആളുകളെ മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും മാത്രമല്ല, അവരെ നാം നമ്മുടെ കൈകളിൽ എടുക്കണമെങ്കിൽ, അവരെ നമ്മളെ സന്തോഷിപ്പിക്കണമെങ്കിൽ നമുക്ക് വളരെ പരിശ്രമം ആവശ്യമാണ്. ചിലപ്പോഴൊക്കെ നമ്മൾ ചില കൗണ്ടറുകളിലൊക്കെ ചെല്ലുമ്പോൾ കാര്യങ്ങൾ സാധിക്കണമെങ്കിൽ നന്നായിട്ടൊന്ന് ചിരിക്കേണ്ടി വരും. നമ്മളിങ്ങനെ വീർപ്പിച്ച് കെട്ടി നിന്ന് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. അവർ ചിലപ്പോൾ ടെൻഷൻ ആയിട്ടിരിക്കുകയായിരിക്കും എന്തെങ്കിലും കാര്യത്തിൽ. എന്നാൽ ഹൗ ആർ യു എന്നൊക്കെ ചോദിച്ച്, അല്ലെങ്കിൽ അവരോട് പറഞ്ഞ് നീ വളരെ കഷ്ടപ്പെടുന്നുണ്ട്, നിനക്ക് ഭയങ്കര ടെൻഷനാണല്ലേ എന്നൊക്കെ ചോദിച്ച് ഒരു വാക്കെന്തെങ്കിലും പറയുകയാണെങ്കിൽ ഒരു വലിയ ആശ്വാസമാണ്. അവർ നമ്മുടെ കാര്യം വേഗം നടത്തി തരികയും ചെയ്യും. നമ്മളെക്കുറിച്ച് അവർക്ക് നല്ലൊരു അഭിമതം ഉണ്ടാകും. ആ നിലയിൽ അവരെ നമുക്ക് കൈകാര്യം ചെയ്യാനായിട്ട് കഴിയും എന്നുള്ളത് പ്രായോഗികമായ നിലയിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. കൊരിന്ത സഭയെക്കുറിച്ച് പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടുള്ള സഭയായിരുന്നു അല്ലേ. ബുദ്ധിമുട്ടുള്ള അംഗങ്ങളും ബുദ്ധിമുട്ടുള്ള നേതാക്കളും നിമിത്തം കൊരിന്തിലെ സഭ ഒരു വലിയ തലവേദന പിടിച്ച സഭയായിരുന്നു. ആ സഭയിലുള്ള ആളുകളെ കൈകാര്യം ചെയ്യുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പൗലോസിന് ആദ്യമൊക്കെ വെറുപ്പ് തോന്നി, കുറച്ചുകൂടെ ഹാർഷായിട്ട് പൗലോസ് എഴുതി. എന്നാൽ 2ാം ലേഖനത്തിലേക്ക് വരുമ്പോൾ പൗലോസ് പറയുകയാണ്, നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളുടെ ഹൃദയം തുറന്നിരിക്കുന്നു. നാം അങ്ങനെയാണല്ലോ വായിക്കുന്നത്. പൗലോസ് അവർക്ക് എഴുതുമ്പോൾ 2 കൊരിന്ത്യർ 6-ാം അധ്യായത്തിൻ്റെ 11 മുതൽ 13 വരെ വാക്യങ്ങൾ വായിച്ച് അതിൻ്റെ ഒരു പ്രകടനം ഒരു ഭാഗികമായ നിലയിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. എന്നാൽ 2ാം ലേഖനം എഴുതുമ്പോൾ പൗലോസിന്റെ ആ ശൈലിക്ക് വ്യത്യാസം വന്നു. പൗലോസ് പറയുകയാണ്, ഞങ്ങളുടെ ഹൃദയം നിങ്ങൾക്ക് വേണ്ടി തുറന്നിരിക്കുകയാണ്, നിങ്ങളും ഹൃദയത്തിൽ ഇടുങ്ങിയിരിക്കുകയാണ്.
നിങ്ങളുടെ ഹൃദയം തുറക്കുക എന്ന് പറഞ്ഞുകൊണ്ട് പൗലോസ് അവർക്ക് ആ കർത്താവിൻ്റെ സ്നേഹം അവർക്ക് പൂർണ്ണമായിട്ട് വെളിപ്പെടുത്തി കൊടുക്കുന്നതായിരിക്കുന്ന ഒരു കാര്യമായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അവർ സഭയുടെ സ്ഥാപകനായിരിക്കുന്ന പൗലോസിനെ അഭിനന്ദിക്കുവാനോ അനുമോദിക്കുവാനോ കഴിയാതെ ആ പൗലോസിനെതിരായി സംസാരിച്ചവരാണ്. എന്നാൽ പൗലോസ് അവരോട് തിരിച്ച് ഒന്നും പ്രതികരിക്കാതെ അവരെക്കുറിച്ചൊരു പകയോ വിദ്വേഷമോ മനസ്സിൽ വെച്ചു പുലർത്താതെ അവർക്ക് വേണ്ടി തൻ്റെ ഹൃദയം തുറന്ന് അവൻ്റെ ഹൃദയവും വായും തുറന്ന് അവരോട് അവൻ്റെ ഹൃദയത്തിലെ കാര്യങ്ങൾ വെളിപ്പെടുത്തുന്നതായിട്ടാണ് നാം ഈ വാക്യങ്ങളിൽ കാണുവാനായിട്ട് കഴിയുന്നത്. അത് അവരെ നേടുവാൻ കാരണമായി തീർന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിലും നാം സൂര്യൻ്റെ പ്രകാശത്തിന് മുമ്പിൽ, ആ ചൂടിന് മുമ്പിൽ ഒരു ലോകം എപ്രകാരം അത് സോഫ്റ്റായി മാറുന്നുവോ, അല്ലെങ്കിൽ തീയുടെ മുമ്പാകെ ഒരു ലോകം എത്രമാത്രം സോഫ്റ്റായി അത് ഫ്ലെക്സിബിളായി മാറുന്നുവോ, അതുപോലെ നമ്മുടെ ജീവിതം നാം പരിശുദ്ധാത്മാവാകുന്ന ആ കർത്താവിൻ്റെ കരങ്ങളിൽ ആ അഗ്നിയിലേക്ക് നമ്മെ ഇട്ടുകൊടുത്തു കഴിയുമ്പോൾ നമ്മെ ആ രീതിയിലൊക്കെ രൂപപ്പെടുത്തുവാനായിട്ട് കഴിയും എന്നുള്ളത് നമുക്ക് ഈ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്നും മനസ്സിലാക്കാനായിട്ട് കഴിയും. വ്യത്യസ്തരായ ആളുകളെയും വിയോജിക്കുന്ന ആളുകളെയും ബുദ്ധിമുട്ടുള്ള ആളുകളെയും സ്വീകരിക്കാനും ഉൾക്കൊള്ളുവാനുമുള്ളതായ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്തിനു വേണ്ടി നാം പ്രാർത്ഥിക്കുകയും ആ നിലയിൽ ഒരു പക്വതയിലേക്ക് എത്തുവാൻ നാം ആഗ്രഹിക്കുകയും ചെയ്യുവാനായിട്ട് ഇടയായി തീരട്ടെ. നാം ഇങ്ങനെയുള്ള ആളുകളുമായി ഇടപെടുമ്പോൾ നാം വാസ്തവത്തിൽ പക്വതയുള്ളവരാണോ എന്ന് സ്വയം ചോദിക്കുവാനായിട്ട് ഈ പഠനം മുഖാന്തരമായി തീരട്ടെ. ഒടുവിലായിട്ട് ഇത് ഉപസംഹരിക്കുന്നതിന് മുമ്പായി 2 പുസ്തകങ്ങളിൽ നിന്നും ചില ചിന്തകൾ കൂടെ ഈ ആത്മീയമായ പക്വതയോടുള്ള ബന്ധത്തിൽ പറഞ്ഞിരിക്കുന്നതായ കാര്യങ്ങൾ ചിന്തിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് ഒന്നാമതായിട്ട് നാം ചിന്തിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നത് ഫിലിപ്പിയ ലേഖനത്തിൽ നിന്നാണ്. അതിനു മുമ്പായിട്ട് ആദ്യം നമുക്ക് യാക്കോബിൻ്റെ ലേഖനത്തിലേക്ക് പോകാം. അതിനുശേഷം ഫിലിപ്പിയ ലേഖനത്തിലേക്ക് വരാം എന്ന് ഞാൻ ചിന്തിക്കുന്നു. അതിൻ്റെ ഓർഡർ അങ്ങനെ ആയിരിക്കട്ടെ. യാക്കോബിൻ്റെ ലേഖനം 1, 2, 3, 4, 5 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ പക്വതയുടെ പാഠങ്ങൾ എന്താണെന്ന് ചുരുക്കമായിട്ട് വേഗത്തിൽ പറഞ്ഞ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനി മുമ്പിലുള്ളതായ ഈ 15-20 മിനിറ്റ് കൊണ്ട് ഞാനത് അവസാനിപ്പിക്കാമെന്ന് ആഗ്രഹിക്കുന്നു. നമുക്ക് ഒന്നാം അധ്യായം, യാക്കോബിൻ്റെ ലേഖനം 1-ാം അധ്യായം അതിൻ്റെ 2, 3 വാക്യങ്ങൾ വായിക്കും. എന്റെ സഹോദരന്മാരെ, നിങ്ങൾ വിവിധ പരീക്ഷകളിൽ അകപ്പെടുമ്പോൾ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പരിശോധന സ്ഥിരത ഉളവാക്കുന്നു എന്ന് അറിഞ്ഞ് അത് അശേഷം സന്തോഷം എന്ന് എണ്ണുകയും, എന്നാൽ നിങ്ങൾ ഒന്നിലും കുറവില്ലാതെ തികഞ്ഞവരും സമ്പൂർണ്ണരും ആകേണ്ടതിന് സ്ഥിരതയ്ക്ക് തികഞ്ഞ പ്രവൃത്തി ഉണ്ടാകട്ടെ. ഇംഗ്ലീഷിൽ ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കാം. ഓക്കെ. കൺസിഡർ ഇറ്റ് ഓൾ ജോയ്, മൈ ബ്രദറൻ, when you encounter various trials, knowing that the testing of your faith produces endurance, and let endurance have its perfect result, so that you may be perfect and complete, lacking nothing. അപ്പോൾ ഒടുവിലത്തെ ഭാഗത്ത് നാം കാണുന്നത് നാം പെർഫെക്റ്റ് ആകുവാൻ ആൻഡ് കംപ്ലീറ്റ് ആകുവാൻ ലാക്കിംഗ് നത്തിങ് എന്നുള്ളതായ ആ കാര്യത്തിൽ എത്തുവാനായിട്ട് എന്ത് ചെയ്യണം എന്നാണ് ഇവിടെ പറയുന്നത്. ഇവിടെ പറയുന്നതായ വിഷയം എന്ന് പറയുന്നത് ജീവിതത്തിൽ നേരിടുന്നതായ പരീക്ഷകളെക്കുറിച്ചാണ്. ഒരു വിശ്വാസിക്ക് അവൻ പക്വതയിലേക്ക് എത്തുന്നത് ഒരു കാര്യമാണ് പരീക്ഷകളിലൂടെ കടന്നു പോവുക, കഷ്ടതകളിലൂടെ കടന്നു പോവുക. അപ്പം പക്വത എന്ന വിശ്വാസിയുടെ കഷ്ടതകളോടുള്ളതായ മനോഭാവം എന്താണ്? അവൻ കഷ്ടതയിലൂടെ കടന്നു പോകുമ്പോൾ അവനെ ദൈവം എന്ത് ചെയ്യുന്നു? പെർഫെക്റ്റ് ആക്കുന്നു, അവനെ കംപ്ലീറ്റ് ആക്കുന്നു. ഹി ലാക്സ് നത്തിങ് എന്നുള്ളതായ അവസ്ഥയിലേക്ക് വരികയാണ്. അപ്പോൾ നമുക്കുണ്ടാകുന്നതായ പരീക്ഷകൾ, പരിശോധനകൾ, കഷ്ടപ്പാടുകൾ എന്ത് ചെയ്യുക? ആൻഡ് കൗണ്ട് ഓൾ ജോയ്, റിജോയ്സ്, യു മേ ബി പെർഫെക്റ്റ്. അങ്ങനെ നാം തികഞ്ഞൊരവസ്ഥയിലേക്ക് വരുവാനായിട്ട് ഇടയായിത്തീരുന്നു. ഇത് നമ്മുടെ അനുദിന ജീവിതത്തിലെ ഒരു പ്രായോഗികതയാണ് ഇവിടെ വെളിപ്പെടുത്തുന്നത്. രണ്ടാമതായി, പക്വത വന്ന വിശ്വാസിക്ക് അവൻ്റെ മനോഭാവം 2 തരത്തിലാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ഒന്ന്, തൻ്റെ സഹവിശ്വാസികളോടുള്ളതായ മനോഭാവമാണ്. ശ്രദ്ധിക്കണം, പക്വത വന്ന ഒരു വിശ്വാസിക്ക് തൻ്റെ സഹവിശ്വാസികളോടുള്ളതായ മനോഭാവം.
അതിൻ്റെ 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിലാണ് നാം വാസ്തവത്തിൽ കാണുന്നത്. വാക്യം 8ഉം 9ഉം വാക്യങ്ങൾ വായിച്ചേട്ടെ. എന്നാൽ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്ന തിരുവെഴുത്തിന് ഒത്തവണ്ണം രാജകീയ ന്യായപ്രമാണം നിങ്ങൾ നിവർത്തിക്കുന്നു എങ്കിൽ നന്ന്. മുഖപക്ഷം കാണിച്ചാലോ പാപം ചെയ്യുന്നു. മതി. അപ്പോൾ ഒരു പക്വത വന്ന വിശ്വാസിയുടെ 2-ാമത്തെ ലക്ഷണം യാക്കോബിൻ്റെ ലേഖനത്തിൽ പറയുന്നത്, 1-ാമത്തേത് എന്താണ്? അവന് കഷ്ടങ്ങളിൽ എന്ത് ചെയ്യുന്നു? സന്തോഷിക്കുന്നു. കാരണം ആ കഷ്ടത അവനെ പെർഫെക്ഷനിലേക്ക് എത്തിക്കുന്നത് കൊണ്ട്. 2-ാമത്തെ കാര്യം എന്ന് പറയുന്നത് ഇവിടെ സഹോദരന്മാരോടുള്ള ബന്ധത്തിൽ തൻ്റെ മനോഭാവം എന്താണ്? സഹോദരന്മാരോട് എന്ത് ചെയ്യുന്നില്ല? മുഖപക്ഷം കാണിക്കുന്നില്ല. നമ്മളവിടെ വായിക്കുന്നുണ്ടല്ലോ, 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നിങ്ങളുടെ പള്ളിയിൽ ഒരാൾ നല്ല വസ്ത്രം ധരിച്ചും പൊന്മോതിരം ഇട്ട് വന്നാൽ നിങ്ങൾ എങ്ങനെയാണ് ഇടപെടുന്നത് പറഞ്ഞിട്ട് പറയുകയാണ്, എല്ലാവരെയും ഒരുപോലെ കാണാനുള്ളതായിരിക്കുന്ന ഒരു മനോഭാവമാണ് എന്ത്? ആത്മീയമായ പക്വത വന്ന ഒരു വിശ്വാസിയിൽ കാണാനായിട്ട് നാം ഇടയാകുന്നത്. അപ്പോൾ അങ്ങനെ നാം പക്വത കാണിച്ചാൽ എന്താ അവിടെ പറയുന്നത്? മുഖപക്ഷം കാണിച്ചാൽ എന്താണ്? പാപം ചെയ്യുന്നു. മുഖപക്ഷം എന്നുള്ളതിന് അവിടെ പറയുന്നത് നോ പാർഷ്യാലിറ്റി, നോ ഫേവറൈറ്റിസം. സഭയിൽ അത് പാടില്ല. പ്രത്യേകിച്ച് എല്ലാവരെയും ഒരേപോലെ കാണാനായിട്ട് ഇടയാകണം. നാം കൊരിന്ത്യർ ലേഖനത്തിൽ നിന്ന് ചിന്തിച്ചതുപോലെ ആ ഗ്രൂപ്പിസം, ആ ഡിവിഷനൊന്നും നമുക്ക് ഒരു മനുഷ്യൻ്റെ, ഒരു വിശ്വാസിയുടെ ഹൃദയത്തിൽ കൂടെ ചിന്തിച്ചു കൊണ്ട് പോകാനായി സാധിക്കുന്നൊരു കാര്യമല്ല. അത് സഭയുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. അപ്പോൾ ഇന്ന് പറഞ്ഞതുപോലെ അതെ. അപ്പോൾ നോ പാർഷ്യാലിറ്റി, മുഖപക്ഷം കാണിക്കാതിരിക്കുക. പിന്നെ അത് കണ്ടു തീർന്നു. 2-ാമത് എന്താ? അതിൻ്റെ താഴോട്ടുള്ള അതിൻ്റെ പ്രായോഗികത അതിൻ്റെ 14 മുതൽ 26 വരെയുള്ള വാക്യങ്ങളിൽ കാണിക്കുന്നുണ്ട്. എന്താ പറയുന്നത്? സഹോദരന്മാരെ ഒരുത്തൻ തനിക്ക് വിശ്വാസമുണ്ടെന്ന് പറയുകയും പ്രവൃത്തികളില്ലാതിരിക്കുകയും ചെയ്താൽ എന്ത് എന്ന് പറഞ്ഞിട്ട് പ്രായോഗികമായ നിലയിൽ ആ സഹോദരന്മാരോട് എങ്ങനെ ഇടപെടുന്നു എന്നുള്ളതാണ് അവിടെ കാണിക്കുന്നത്. അപ്പോൾ 2-ാം അധ്യായത്തിൽ പക്വത വന്ന വിശ്വാസിക്ക് വിശുദ്ധന്മാരോടുള്ളതായ മനോഭാവം, 1 അവന് പാർഷ്യാലിറ്റി, പക്ഷപാതമില്ല എന്നുള്ളതും, 2 അവന് മറ്റുള്ളവരോട് സഹായിക്കുന്ന, സർവീസ് ചെയ്യുന്ന, അല്ലെങ്കിൽ വിശ്വാസം പ്രവൃത്തിയിൽ കാണിക്കുന്നതായ ആ കാര്യമുണ്ടാകും എന്നാണ് അവിടെ കാണുന്നത്. ഒത്തിരി കാര്യങ്ങൾ പറയാനായിട്ടുണ്ട്. അവിടെ പറയുന്നത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഔട്ട്കമാണ് ആ പ്രവൃത്തി അവിടെ കാണുന്നത്. അങ്ങനെയുള്ള പ്രവൃത്തി എന്താക്കുന്നതെന്നാണ് പറയുന്നത്? നമ്മെ പെർഫെക്റ്റ് മാനാക്കി തീർക്കുന്നു. സമയപരിമിതി കൊണ്ട് ഞാനത് വായിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. നാം ആ താഴെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ആ ഒരു പദം അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നാം പക്ഷപാതം കൂടാതെയും സേവന മനോഭാവത്തോടും കൂടെയും നമ്മുടെ കൂട്ടു സഹോദരന്മാരോട് നാം ഇടപെടുമ്പോൾ നാം ഒരു പെർഫെക്റ്റ് മാനായിട്ട് തീരുകയാണ് എന്ന് ഓർക്കുകയാണ്. ഇനി 3-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരാം. അവിടുത്തെ പ്രതിപാദ വിഷയം എന്ന് പറയുന്നത് 2-ാം വാക്യം വായിക്കാം. നാം എല്ലാവരും പലതിലും തെറ്റിപ്പോകുന്നു. ഒരുത്തൻ വാക്കിൽ തെറ്റാതിരുന്നാൽ അവൻ ശരീരത്തെ മുഴുവനും കഴിഞ്ഞാണിട്ട് നടത്തുവാൻ ശക്തനായി സൽഗുണപൂർത്തിയുള്ള പുരുഷനാകുന്നു. ഇത് നാവിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ പക്വത വന്ന വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ അവൻ ക്രമപ്പെടുത്തുന്ന ഒരു മേഖലയാണ് സംഭാഷണ രീതി, അവൻ്റെ നാവിൻ്റെ ഉപയോഗം. അതാണ് നാം കാണുന്നത്. അപ്പം നമ്മുടെ സംസാരം, നാക്കിൻ്റെ ഉപയോഗം, അത് നാം ആരാണെന്നും നമ്മുടെ പക്വത എത്രയാണെന്നും തെളിയിക്കുകയാണ്. നമുക്കറിയാം, ഈ അന്തരീക്ഷ മർദ്ദം അളക്കുന്ന സാധനത്തിൻ്റെ പേരാണ് ബാരോമീറ്റർ, അല്ലേ? എന്ന് പറഞ്ഞതുപോലെ ഒരു മനുഷ്യൻ്റെ മെച്യൂരിറ്റി അളക്കുന്ന ഒരു മാപിനിയാണ്, അല്ലെങ്കിൽ ഒരു റീഡറാണ്, അല്ലെങ്കിൽ ഉപകരണമാണ് ബാരോമീറ്ററാണ് നാവിൻ്റെ ഉപയോഗം. അപ്പോൾ ഒരു ആൾ എത്രമാത്രം ആത്മീയമായ പക്വതയിലാണ് എന്ന് മനസ്സിലാക്കണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ സംസാരം നോക്കിയാൽ മതി. സത്യമായി സംസാരിക്കണം. താഴെയുള്ള ഭാഗങ്ങളൊക്കെ പറയുന്നുണ്ട്. അതൊന്നും വായിക്കാനായിട്ട് ഇപ്പം നമുക്ക് സമയമില്ല. മറ്റുള്ളവരെക്കുറിച്ച് പരദൂഷണം പറയുക, ഇവിടെ കേട്ടത് അവിടെ പറയുക, അല്ലെങ്കിൽ കൂട്ടിച്ചോദിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക, ഇതൊക്കെ അപൂക്കതയുള്ളതായ ആളുകളാണ്. എന്നാൽ വാസ്തവത്തിൽ തൻ്റെ നാവിനെ നിയന്ത്രിക്കുന്ന ഒരാൾ മിതമായി സംസാരിക്കണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. നമുക്ക് സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ സംസാരിക്കേണ്ടിടത്ത് സംസാരിക്കണം. എന്നാൽ
നാം നിമിത്തം മറ്റുള്ളവർക്കൊരു മുറിവുണ്ടാകുവാനോ അല്ലെങ്കിൽ ഒരു പ്രശ്നം പറഞ്ഞു തീർക്കുവാനോ ഇടയാകാത്ത നിലയിലുള്ളതായ സംസാര രീതി ആയിരിക്കണം എന്നുള്ളതാണ് ഇവിടെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. അപ്പോൾ 3-ാം അധ്യായത്തിൽ നമ്മുടെ ഒരു നാവിനോടുള്ള, നമ്മുടെ സംഭാഷണത്തോടുള്ളതായ മനോഭാവമാണ്. 1-ാമത്തെ ഭാഗം നാം കഷ്ടങ്ങളോടുള്ള മനോഭാവം അത് നമ്മളെ കഷ്ടതയിൽ തികഞ്ഞവരാക്കി തീർക്കുന്നു. മാത്രമല്ല, 2-ാമത് നമ്മുടെ വിശുദ്ധന്മാരോടുള്ളതായ പക്ഷപാതമില്ലാത്തതായ മനോഭാവവും സേവന മനോഭാവവും നമ്മെ തികഞ്ഞവരാക്കുന്നു. 3-ാമതായിട്ട് നാം ഓർത്തത് നമ്മുടെ സംഭാഷണ രീതി, നമ്മുടെ നാവിൻ്റെ ഉപയോഗം നമ്മെ ഒരു തികഞ്ഞ അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു, പക്വത വന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിക്കുന്നു എന്ന് നാം ഓർക്കുകയുണ്ടായി. 4-ാമത്തെ കാര്യം നാം കാണുന്നത്, അവിടെയും 2 വിഷയങ്ങളാണ് കാണുന്നത്. ഒന്ന്, നമ്മുടെ വേർപാടിനോടുള്ളതായ മനോഭാവം. എന്താണ് അവിടെ വായിക്കുന്നത്? 4-ാമത്തെ വാക്യത്തിൽ വായിക്കുന്നത്, ലോകസ്നേഹം ദൈവത്തോട് ശത്രുത്വമാകുന്നു എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ലോകത്തിന് സ്നേഹിതനാകുവാൻ ഇച്ഛിക്കുന്നവനെല്ലാം ദൈവത്തിൻ്റെ ശത്രുവായിത്തീരുന്നു. അവിടെ വേർപാടിനെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചുമാണ് പറയുന്നത്. താഴെയുള്ള ഭാഗങ്ങളിൽ നാം വായിക്കുന്നുണ്ട്, ദൈവത്തോട് അടുത്ത് ചെല്ലുവിൻ, അവൻ നിങ്ങളോട് അടുത്ത് വരും. പാപികളെ കൈകളെ വെടിപ്പാക്കുവിൻ, ഇരുമനസ്സുള്ളവരെ ഹൃദയങ്ങളെ ശുദ്ധീകരിപ്പിൻ, സങ്കടപ്പെട്ട് ദുഃഖിച്ച് കരവിൻ എന്ന് പറഞ്ഞുകൊണ്ട് ആ വേർപാടിനെക്കുറിച്ചും വിശുദ്ധിയെക്കുറിച്ചും പറയുകയാണ്. അപ്പോൾ പക്വത വന്ന ഒരു വിശ്വാസി അവൻ്റെ ജീവിതത്തിൽ ലോകത്തിൽ നിന്നും പാപത്തിൽ നിന്നും യഥാർത്ഥമായി വേർപെട്ട് ജീവിക്കുന്നു എന്ന് മാത്രമല്ല, തൻ്റെ ജീവിതത്തിൽ വിശുദ്ധി പാലിക്കുവാനും താൻ ജാഗരൂകനായിരിക്കും എന്നുള്ളതായ കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, സ്റ്റാൻഡ് അഗൻസ്റ്റ് ദ സിസ്റ്റം ഓഫ് ദ വേൾഡ്, ഈ ലോകത്തിൻ്റെ സ്ഥിതികളോട് അല്ലെങ്കിൽ വ്യവസ്ഥകളോട് നാം എതിർത്ത് നിൽക്കുക, അത് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുമ്പോൾ അതിനോട് നോ പറയുക. പിന്നീട് നാം കാണുന്നത് പിശാചിനോട് നാം എതിർത്ത് നിൽക്കുക. പിന്നീട് അവിടെ തന്നെ കാണുന്നുണ്ട്, നാം നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഹിതം എന്താണെന്ന് ചിന്തിക്കുക. 5-ാം അധ്യായത്തിൻ്റെ 4-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൻ്റെ യാത്ര പോലും കർത്താവിന് ഇഷ്ടമുണ്ടെങ്കിൽ നടക്കട്ടെ, കർത്താവിന് ഇഷ്ടത പോലും ഞങ്ങൾ ജീവിച്ചിരുന്ന് ചെയ്യും എന്ന് പറയുന്ന ദൈവികതം കണ്ടെത്തുന്നതായ ഒരു ജീവിതമായിരിക്കും അങ്ങനെയുള്ള പക്വത വന്ന വിശ്വാസിക്ക് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. പ്രിയമുള്ളവരെ, നമ്മുടെ ജീവിതത്തിൽ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, അതുപോലെയുള്ളതായ കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പാഠങ്ങൾ ഓർക്കുവാനും പ്രായോഗികമാക്കി തീർക്കുവാനായിട്ട് ഇടയായിത്തീരട്ടെ. 5-ാം അധ്യായത്തിലേക്ക് കടന്നു പോലും അവിടെ ഒരു പക്വത വന്ന വിശ്വാസിയുടെ ജീവിതത്തിൻ്റെ അളവുകോലുകൾ എന്താണെന്ന് നമുക്ക് ഓർക്കാം. അവിടെ നാം വായിക്കുന്നത്, ധനവാന്മാരെ, നിങ്ങളുടെ മേൽ വരുന്ന ദുരിതങ്ങൾ നിമിത്തം കരഞ്ഞു മുറയിടുവിൻ, നിങ്ങളുടെ ധനം ദ്രവിച്ചും ഉടുപ്പ് പുഴുവിരിച്ചും പോയി എന്ന് പറഞ്ഞിട്ട് അന്ത്യകാലത്തെക്കുറിച്ച് പറയുക. എന്നിട്ട് നാം 7-ാമത്തെ വാക്യവും 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ കർത്താവിൻ്റെ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുക. അപ്പോൾ പക്വത വന്ന ഒരു വിശ്വാസിക്ക് വേർപാടും വിശുദ്ധിയും താൻ പാലിക്കുന്നു എന്ന് മാത്രമല്ല, അവൻ്റെ ജീവിതത്തിൽ തനിക്ക് വേണ്ടി വരുന്ന കർത്താവിൻ്റെ ആ പ്രത്യക്ഷതയെ കാത്തിരിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. ആ പ്രത്യക്ഷതയെക്കുറിച്ച് പറയുമ്പോൾ അതിനുവേണ്ടി ക്ഷമയോടെ കാത്തിരിക്കുകയാണ്. അത് വലിയൊരു കാര്യമാണ്. മാത്രമല്ല, അതിൻ്റെ 7 മുതലുള്ള 7-8 വാക്യങ്ങളാണ് നാം വായിക്കേണ്ടത്. അതിന് നാം തുടർന്ന് വായിക്കുമ്പോൾ അവിടെ സോൾ വിന്നിങ്ങിനെ കുറിച്ചാണ്. ആത്മാക്കളെ ആദായപ്പെടുന്നതിന് വേണ്ടി കർത്താവിൻ്റെ വരവെടുത്ത്, അതുകൊണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, എത്രയും വേഗം ആളുകളെ തീയിൽ നിന്ന് വലിച്ചെടുത്ത് രക്ഷിക്കണം എന്നുള്ളതായ ആ നിലയിൽ സോൾ വിന്നിങ്ങിന് വേണ്ടി അധ്വാനിക്കുന്നു എന്ന് നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഒത്തിരി കാര്യങ്ങൾ കർത്താവിൻ്റെ വരവ് അടുക്കുന്നു എന്നറിഞ്ഞ് ചെയ്യുവാനായിട്ടുണ്ട്. സോൾ വിന്നിങ്ങിനായിട്ട് നമുക്ക് ചെയ്യുവാനായിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ പരിശോധന വരുമ്പോൾ അതിനെ നേരിടുവാനായിട്ട് നമുക്ക് ദൈവസന്നിധിയിൽ ആശ്രയിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. ഒടുവിലത്തെ ഭാഗത്തേക്ക് വരുമ്പോൾ പ്രാർത്ഥനയിൽ, പരിശുദ്ധാത്മാവിൽ നിരന്തരം പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനാ ജീവിതമുള്ള ഒരു വിശ്വാസിയായി തുടരുവാനായിട്ട് ഇടയാകുന്നു. ഇതൊക്കെയും ആത്മീയമായ പക്വതയുടെ ലക്ഷണങ്ങളായിട്ട് നമുക്ക് ഈ ലേഖനത്തിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് കഴിയും. അപ്പോൾ നാം യാക്കോബിൻ്റെ ലേഖനം 1, 2, 3, 4, 5 അധ്യായങ്ങളിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളുവാൻ കഴിഞ്ഞത്, ആത്മീയമായി പക്വത വന്ന ഒരു വിശ്വാസിക്ക് അവൻ്റെ കഷ്ടതകളിൽ അവന് സന്തോഷിക്കുവാനും
അത് തൻ്റെ ആത്മീയമായ പക്വതയിലേക്ക് തന്നെ നടത്തുന്നു എന്നുള്ള ബോധത്തിൽ ജീവിക്കുവാനിടയാകുന്നു. രണ്ടാമത്തെ കാര്യം, ഒരു പക്ഷപാതമില്ലാത്ത അല്ലെങ്കിൽ മുഖപക്ഷം കൂടാതെയുള്ളൊരു ജീവിതവും മറ്റുള്ളവരെ സേവിക്കുന്ന ഒരു ജീവിതവുമുള്ള ഒരാളായിരിക്കും ആത്മീയ പക്വത വന്ന ഒരാൾ. മൂന്നാമത്തെ നാം അധ്യായത്തിൽ ഓർത്തത്, അദ്ദേഹം തൻ്റെ നാവിനെ കടിഞ്ഞാണിട്ട് സൂക്ഷിക്കുന്നവനായിരിക്കും. നാലാമത്തെ അധ്യായത്തിൽ വേർപാടും വിശുദ്ധിയും സൂക്ഷിക്കുന്ന ഒരു വ്യക്തിയായിരിക്കുമെങ്കിൽ, അഞ്ചാമത്തെ അധ്യായത്തിൽ നാം കണ്ടത് കർത്താവിൻ്റെ വരവിന് വേണ്ടി തന്നെ ഒരുക്കുന്ന, ആത്മാക്കളെ ആദായപ്പെടുത്തുന്ന, പ്രാർത്ഥനയിൽ നിരന്തമായ ജീവിതം കഴിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ആത്മീയമായി പക്വത വന്ന ഒരാൾ എന്ന് ചിന്തിക്കാനായിട്ടിടയായിത്തീർന്നു. നമുക്ക് ഫിലിപ്പിയ ലേഖനത്തിലേക്ക് കടന്നു വരാം. അവിടെ ഉള്ളതായ വിഷയങ്ങൾ മാത്രം പറഞ്ഞ് 5 മിനിറ്റ് കൊണ്ട് ഞാൻ അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമുക്ക് പരിചയമുള്ള ഭാഗമാണല്ലോ ഫിലിപ്പിയ ലേഖനം. ഫിലിപ്പിയ ലേഖനം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ലേഖനമാണ്. പൗലോസിൻ്റെ ജീവിതത്തിൽ ഫിലിപ്പിയ ലേഖനം 1:12 നാം വായിക്കുന്നത്, നാം കഴിഞ്ഞ പ്രാവശ്യം സഹോദരൻ ജെയിംസ് എം തോമസ് വന്നപ്പോൾ കേട്ടതായ ക്ലാസ് അതാണ്. എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു. ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് സർക്കംസ്റ്റൻസസ്, ജീവിതത്തിൽ വരുന്നതായ അനുഭവങ്ങളോടുള്ളതായ മനോഭാവം. അത് എന്താണ്? ഒരു സ്പിരിച്വലി മെച്യൂർഡ് ആയിട്ടുള്ള ഒരു ക്രിസ്ത്യനെ സംബന്ധിച്ചിടത്തോളം, ഹീ ഈസ് നോട്ട് ദ വിക്ടിം ഓഫ് ദി സർക്കംസ്റ്റൻസസ്, റാദർ ഹീ ഈസ് ദ വിക്ടർ ഓഫ് ദി സർക്കംസ്റ്റൻസസ്. അതാണ്. സാഹചര്യങ്ങൾക്ക് അവൻ അധീനനായി തീരുകയല്ല, അടിമയായി പോകുകയല്ല, സാഹചര്യങ്ങൾ നിമിത്തം തളർന്നു പോകുകയല്ല, സാഹചര്യങ്ങളെ ഓവർകം ചെയ്ത് വിജയിയായി തീരുന്ന ഒരു അനുഭവമാണ് പൗലോസ് ഇവിടെ വിശദീകരിക്കുന്നത്. 1-ാം അധ്യായം 12-ാമത്തെ വാക്യം. അത് നാം കുറിക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. ഏത് സാഹചര്യങ്ങളിലായിരുന്നാലും ദ ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത് എന്ന് നമ്മൾ സങ്കീർത്തനത്തിൽ വായിക്കുന്നുണ്ട് അല്ലേ? എന്താണ്? ജോയ് ഓഫ് ദ ലോർഡ് ഈസ് മൈ സ്ട്രെങ്ത്. കർത്താവിലുള്ള സന്തോഷമാണ് എൻ്റെ ബലം. ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളാകട്ടെ, ഇവിടെ പൗലോസ് കാരാഗൃഹത്തിലാണ് എങ്കിലും പൗലോസ് പറയുകയാണ്, എന്നെ സാഹചര്യങ്ങൾ ഒരിക്കലും തളർത്തി കഴിയില്ല. പലരും പറയാറുണ്ട് സാഹചര്യങ്ങൾ അങ്ങനെ ആയിപ്പോയി എന്ന്. നമ്മളും പറയാറുണ്ട്, നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും ഫെയിലിയറൊക്കെ വരുമ്പോൾ നമ്മൾ പറയാറുണ്ട്. പക്ഷേ ഒരു വിശ്വാസിയെ, പക്വത വന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം, അവൻ്റെ ജീവിതത്തിൻ്റെ ഏത് സാഹചര്യങ്ങളും അവനെ നിലനിർത്തുവാൻ, അവനെ കർത്താവിൽ തികഞ്ഞവനായി നിർത്തുവാനായിട്ട് കഴിയുന്നതാണ് എന്നാണ് പൗലോസ് ഇവിടെ പഠിപ്പിക്കുന്നത്. രണ്ടാമത്, ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് പീപ്പിൾ. ഫിലിപ്പിയ ലേഖനം 2-ാം അധ്യായം അതാണ് വിശദീകരിക്കുന്നത്. അവിടെ പറയുന്നത്, ഒരു മെച്യൂറായിട്ടുള്ള ഒരാളുടെ ജീവിതത്തിൽ മാതൃകയാക്കാൻ കൊള്ളാവുന്നത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ഹ്യൂമിലിറ്റിയാണ്. അവിടെയാണ് പറയുന്നത്. യേശുക്രിസ്തുവിനെ കുറിച്ച് നമ്മൾ ആരാധനയ്ക്ക് ഞായറാഴ്ച വായിക്കുന്ന വാക്യമാണ്. പക്ഷേ അതിന് വേണ്ടിയിട്ടല്ല അതവിടെ എഴുതിയിരിക്കുന്നത്. പക്ഷേ ആ കർത്താവിനെ കുറിച്ചുള്ളതായ ആ മാതൃക പൗലോസ് അവിടെ പറയുന്നത് അതിന് തൊട്ടുമുകളിൽ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് വേണം? നിങ്ങൾ താഴ്മയുള്ളവരായിരിക്കണം, വിനയമുള്ളവരായിരിക്കണം. അതിനു വേണ്ടിയാണ്. അപ്പോൾ മറ്റുള്ളവരോടുള്ള ബന്ധത്തിൽ മറ്റുള്ളവരോട് നാം ഇടപെടുമ്പോൾ നാം വാസ്തവത്തിൽ വിനയമുള്ളവരായി തീരുന്നുവെങ്കിൽ നാം നമ്മുടെ ജീവിതത്തിൽ ആത്മീയമായ പക്വത നിഴലിച്ച് കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. 3-ാമത്തെ അധ്യായത്തിൽ പൗലോസ് കാണിക്കുന്നത് ലോകപ്രകാരമുള്ള കാര്യങ്ങളെക്കുറിച്ച് പൗലോസ് പറയുന്നുണ്ട് അല്ലേ? ഞാൻ എബ്രായനാണ്, പരീശന്മാരിൽ ജനിച്ച പരീശനാണ്, ന്യായപ്രമാണം സംബന്ധിച്ച് നീതി സംബന്ധിച്ച് അനിന്യനാണ് എന്നിട്ടെല്ലാം പറഞ്ഞു വന്നിട്ട് പൗലോസ് പറയുകയാണ്, ഇതെല്ലാം ഞാൻ ക്രിസ്തു നിമിത്തം ഛേദമെന്ന് എണ്ണുന്നു. പിന്നെ പറയുന്നു, ഞാൻ ഇത് ചപ്പും ചവറുമായിട്ട് എണ്ണുന്നു. അപ്പോൾ ലോകപരമായ കാര്യങ്ങളോടുള്ള ബന്ധത്തിൽ ഒരു വിരക്തി തനിക്കുണ്ടാകുകയാണ്. അവൻ്റെ ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ദ വേൾഡ് ആൻഡ് വേൾഡ്ലി തിങ്സ്. നമ്മൾ ഇതേ കാര്യം തന്നെയാണ് എവിടെയും കണ്ടത്? യാക്കോബിൻ്റെ ലേഖനത്തിൽ ചിന്തിച്ചപ്പോഴും വന്നത്. ലോകത്തോടുള്ളതായ വെറുപ്പ്, ഒരാത്മീയമായ പക്വത വന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൻ്റെ സവിശേഷതയാണ് നാം കാണുന്നത്. എന്ന് പറഞ്ഞാൽ അവൻ തനിക്ക് മുമ്പിൽ വച്ചിരിക്കുന്നതായ ആത്മീയ വിഷയങ്ങൾ, സ്വർഗീയമായ ആ ഉത്തമ സമ്പത്തിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ഈ ലോകത്തിലെ കാര്യങ്ങൾ ഏറ്റവും വില കുറഞ്ഞതാണ്, ചപ്പാണ്, ചവറാണ് എന്ന് താൻ മനസ്സിലാക്കുകയാണ്. അതുകൊണ്ട് താൻ പറയുന്നു, എനിക്ക് ക്രിസ്തു ഉണ്ടെങ്കിൽ അത് മതി. സോ ഹീ എൻജോയ് ദ പവർ ഓഫ് ദ സഫിഷ്യൻസി ഇൻ ക്രൈസ്റ്റ് ജീസസ്. അതാണ് പൗലോസിനെ സംബന്ധിച്ച് നാം ഇവിടെ കാണുന്നത്. അത് ഒരു ആത്മീയമായ പക്വതയുടെ അവസ്ഥയായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പിന്നീട് നാം 4-മതായിട്ട് കാണുന്ന ഫിലിപ്പിയ ലേഖനം 4-ാം അധ്യായം. 4-ാം അധ്യായത്തിൽ ഒത്തിരി കാര്യങ്ങൾ പൗലോസ് പറയുന്നുണ്ട്. അത് പ്രധാനമായി കേന്ദ്രീകരിച്ചിരിക്കുന്നത്
ആറ്റിറ്റ്യൂഡ് ടുവാർഡ്സ് ക്രൈസ്റ്റ്. ക്രിസ്തുവിനോടുള്ളതായ തൻ്റെ മനോഭാവം എന്താണ്? ആ ക്രിസ്തുവിൻ്റെ സാമീപ്യം താൻ അനുഭവിക്കുകയാണ്. ക്രിസ്തുവിൻ